ആ. വേഗത എങ്ങനെ കുറക്കാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത്. സൂര്യൻ ഉദിക്കുന്നത് ഒരു പ്രത്യേക വേഗതയിലാണല്ലോ. അതെ അതെ. അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നതിന് ഒരു വേഗതയുണ്ടല്ലോ. അതെ അതെ. അതിന് സിങ്ക്രണസ് ആയിട്ട് അല്ല എല്ലാം പ്രവർത്തിക്കാൻ പാടുള്ളൂ. കാരണം ഇത്രയും വലിയൊരു സാധനത്തിന്റെ സപ്പോർട്ടിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മളിൽ ഓൾറെഡി ഒരു ചലനമുണ്ട്. നമ്മൾ ആ ചലനമായിട്ട് പൊരുത്തപ്പെടാത്ത വേഗത കൊണ്ടുവന്ന് ഇതാണ് തെറ്റെന്ന് പറയുന്നത്. അതാണ് ആ ആ തെറ്റെന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു ചലനവുമായിട്ടുള്ള ബന്ധത്തിലാണ് ശരി. സിർക്കാഡിയൻ. ഓക്കെ ഓക്കെ. ശരീരത്തിന് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ ഓരോ സമയമുണ്ട്. ഉറങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങൾ ക്ലീനപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ ചില സമയം കിഡ്നി ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ചില സമയം ഹാർട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പണിയെടുക്കാൻ ഒരു സമയം, ഉറങ്ങാൻ ഒരു സമയം, അതിന് ഇത്ര സമയം എടുക്കും. അത്ര സമയം എടുത്തേ അത് ചെയ്യാൻ പാടുള്ളൂ. അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പാടില്ലല്ലോ. അതെ, എക്സാക്ട്ലി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, നമ്മളെല്ലാം ഈ പണിയെടുക്കുന്നതിന്റെ ഭാഗത്ത് ഈ സിർക്കാഡിയൻ ഋതത്തിന് പകരം സങ്കല്പത്തിൽ ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ എടുത്ത് പ്രകാശത്തിന്റെ പ്രതിബിംബം എടുത്തപ്പോൾ അവിടെ സ്റ്റക്കായി. അതായത് അബ്രഹാം പറയുന്ന കാര്യത്തിൽ പെട്ടുപോയി. അതിൻ്റെ എബ്രഹാം പറയുന്ന കാര്യങ്ങൾ എന്നിൽ വന്ന് അനുഭവമാകുന്നില്ല. ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യം നമ്മളിൽ അനുഭവമായാൽ മാത്രം മതി. അല്ലാണ്ട് അയാൾ പറഞ്ഞത് ഇന്ന കാര്യമാണെന്നുള്ള ഭാഗത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ സിർക്കാഡിയൻ അല്ലേ, അത് തന്നെ ആ ഋതവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകുന്നത്. കാരണം ഈ വാക്ക് എനിക്ക് കയ്യിൽ കിട്ടിയാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. പിടികിട്ടിയ കാരണം ഇതെല്ലാം അനുഭവത്തിൽ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് വാക്കിന്റെ അർത്ഥത്തിന്റെ പേരിലാണ് തമ്മി തല്ലുന്നത്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണ് തലേ കയറുന്നത്. നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നിന്റെ പ്രവൃത്തി ശരിയല്ല, നിന്റെ പ്രവൃത്തി പോകുന്ന വഴി എങ്ങോട്ടാണെന്നറിയാം. അപ്പം നമ്മളുടെ പ്രവൃത്തിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഇല്ല. അതുകൊണ്ടാണ് ഈ സിർക്കാഡിയൻ ഋതം കയ്യിൽ കിട്ടാത്തത്. ഈ സിർക്കാഡിയൻ ഋതം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാമായിട്ട് ഹാർമണിയിലായി, സർവ്വതുമായിട്ട് ഹാർമണിയിലായി. കാരണം അവിടെ കോംപ്ലിക്കേഷൻ ഇല്ല. പിന്നെ എല്ലാമായിട്ട് ഹാർമണി വന്ന് എല്ലാ ആൾക്കാരും ഇതിനകത്താണ് വരുന്നത്. അതുകൊണ്ട് അവിടെ ഭാഷ വന്ന്, ഭാഷക്ക് അവിടെ ഒരു സ്ഥാനം വന്ന്. എന്തിനാണ് സംസാരിക്കുന്നത്, എന്തിനാണ് സംസാരിക്കുന്ന ആളിലെ അനുഭവത്തിൻ്റെ ഭാഗം തുടർന്ന് കൊണ്ടുപോകുന്നിടത്താണ് സംസാരവും പ്രവൃത്തിയുമല്ല. അപ്പോൾ അബ്രഹാമിനെ ഞാൻ ചോദ്യം ചെയ്യുന്ന ഭാഗം എങ്ങും ആവശ്യമില്ല. കാരണം എല്ലാവരുടെയും ആവശ്യം ഒന്നു തന്നെയാണ് അല്ലേ. എന്തിനാണ് അബ്രഹാം അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അത് വ്യക്തിത്വ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനൊരു ചോദ്യം വരുന്നത്. അതായത് സൂര്യൻ ഉദിക്കുന്ന അല്ലെങ്കിൽ ഭൂമി രാത്രിയും പകലും അല്ലെ, രാത്രിയും പകലും എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മളിലുണ്ട്. അത് നമ്മളിലുള്ളതാ, ഇതാർക്കും ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ അവിടെ സ്ഥിരമായിട്ടുള്ളൊരു അനുഭവം വന്ന് നമ്മളിലൊരു സ്ഥിരതയുള്ള അനുഭവമുണ്ട്. ആർക്കും അത് ഇളക്കാൻ പറ്റത്തില്ല, ആർക്കും ചലിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഞാൻ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഇത് ഞാൻ ഇല്ല, മിക്ക ആൾക്കാരുടെ കയ്യിലും ഞാനെന്ന് പറഞ്ഞ ഭാഗമില്ല. അവരിൽ കുറേ കാര്യങ്ങളുണ്ട്, സങ്കല്പങ്ങൾ, കുറേ പലതും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതെൻ്റേതാണ്, എൻ്റെ ആശയമാണ് എന്നൊക്കെ വരെ എത്തിയിട്ടുള്ളൂ. ഞാനെന്ന് പറഞ്ഞ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന മിക്ക ആൾക്കാരും
അതെ, അങ്ങനെ എത്തിയിട്ടുള്ളൂ മോൻ, മനസ്സിലായ? എൻ്റെ കുട്ടൻ അവിടം വരെ എത്തിയിട്ടുള്ളൂ. എൻ്റേതെന്ന് പറഞ്ഞ ഭാഗത്തു നിന്ന് ഞാനെന്ന് പറയുന്ന അവസ്ഥ വരെ എൻ്റെ മോൻ എത്തിയിട്ടുള്ളൂ. എൻ്റേതെന്നുള്ള സവിശേഷതയിൽ നിന്ന് ഞാനുണ്ടാകണം. ഓക്കെ, ഞാനുണ്ടെങ്കിൽ ഇനി ഞാൻ ജീവിക്കണ്ടേ? എൻ്റേതെന്ന് പറഞ്ഞ സവിശേഷതയിൽ ഞാനുണ്ടായി. ഓക്കെ, ഇനി ഞാൻ ജീവിക്കുമോ? ഈ എൻ്റേതെന്ന് പറയുന്ന മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ, തുടർച്ച ഉണ്ടാകത്തില്ല. അതിനാണ് ഭ്രാന്ത്. ഇവിടെയാണ് ഭ്രാന്ത്, മാനസിക അസ്വസ്ഥതയുടെ ആരംഭം ഇവിടെയാണ്. എൻ്റേത്, എൻ്റെ മതം, എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തിലോട്ടേ പോകത്തുള്ളൂ, സ്വസ്ഥതയിലോട്ട് പോകത്തില്ല. കാരണം എൻ്റേതെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ നിൽക്കത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കരുത്. എൻ്റെ അമ്മ കാര്യമൊക്കെ കൊള്ളാം, നല്ല കാര്യമാണ്, അവൻ്റെ അമ്മയൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ എൻ്റെ അമ്മയെ ആശ്രയിച്ചാൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല, ഒരു കാരണവശാലും പോകത്തില്ല. അമ്മയുമായിട്ട് സഹകരിക്കാം, പക്ഷേ അമ്മയെ ആശ്രയിച്ചാൽ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിട്ട് പോകത്തില്ല. അനുഭവത്തിലുണ്ട്, വളരെ നൈമിഷികമായിട്ടുള്ള അനുഭവത്തിൽ അമ്മയുണ്ട്, അത് വളരെ ക്ലിയറാണ്. പക്ഷേ ജീവിതം തുടർന്നു കൊണ്ടുപോകാൻ അമ്മയെ, അച്ഛൻ, എൻ്റെ കാശ്, എൻ്റെ വീട്, എൻ്റെ അറിവ് ഇതിനെ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ പ്രശ്നങ്ങൾ, രോഗങ്ങളുണ്ടാകും. കാരണം ഇതൊന്നിനും സ്ഥിരതയില്ല. ഇല്ല, പണത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പണം ഉപയോഗിക്കുന്നു. എന്തോ? ഇല്ല, പണത്തെ ആശ്രയിക്കുന്നില്ല, പണത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് തന്നത്. അവിടെ ശ്രദ്ധിക്കുക, ഉപയോഗം മാത്രമേ ഉള്ളൂ, ആശ്രയിക്കുന്നില്ല. കാരണം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. മാറ്റത്തെ കൃത്യമായിട്ട് അറിയുന്നിടത്താണ് ജോലി. ആ മാറ്റത്തെയാണ് ജോലി എന്ന് പറയുന്നത്. നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അറിയുന്നതാണ് ജോലി. നിരന്തരം ജോലിയില്ല, ആ ജോലി നിർത്തിവെക്കുന്നൊരു ജോലിയില്ല. നിർത്തി ആരംഭിച്ചു അപ്രകാരമുള്ളൊരു ജോലിയല്ല, ജോലി സ്ഥിരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ശ്രദ്ധ, സ്ഥിരതയുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ ജീവിതാനുഭവത്തിൽ തുടരുന്നത്. സ്ഥിരതയാണ് നമുക്ക് വേണ്ടത്, സ്ഥിരതയാണ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. അതെ, സ്ഥിരത എന്ന് പറയുന്നത് നമുക്ക് സംശയമോ ആശങ്കയോ ഭയമോ ഉത്കണ്ഠയോ ഒന്നും ഉണ്ടാക്കാത്ത ഞാനെന്ന് പറയുന്ന അനുഭവം, അതുണ്ടാക്കുന്ന ഒന്നാണ് സ്ഥിരത. അവിടെ ഇളക്കമില്ല, മാറ്റമില്ല. അതാണ് ഏത് പ്രതികൂല സാഹചര്യം, ചുറ്റുപാടും എന്തെല്ലാം മാറ്റം വന്നാലും നമ്മളിൽ, അവനവനിൽ മാറ്റമില്ലാത്തൊരു ഭാഗം വരുമ്പോഴാണ് ഞാൻ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതെല്ലാവരും ഞാനെന്ന് പറയും. സെബാസ്റ്റിന് മാറ്റമുണ്ട്, ഞാനിന് മാറ്റമില്ല. സെബാസ്റ്റിൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന, സംസാരിക്കുന്ന ആൾക്ക് മാറ്റമുണ്ട്. സെബാസ്റ്റിനല്ല ഇതിന് ആധാരം. ഞാൻ എന്ന് പറയുന്ന നിരന്തരം നിലനിൽക്കുന്ന ഒരനുഭവമുണ്ട്. അതിനെ നിങ്ങൾക്ക് സെബാസ്റ്റിൻ എന്ന് പേരിട്ട് വിളിച്ചാൽ അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അത് എന്നിൽ ഉള്ള അനുഭവമാണ്. അവിടെയാണ് നമുക്ക് സഹകരിക്കാൻ പറ്റുന്നത്. സഹകരണത്തിന് എപ്പോഴും ഒരു കാരണമുണ്ട്. എന്തുകൊണ്ട്? കൃത്യമായിട്ടൊരു കാരണമുണ്ട്. അല്ലാതെ അപ്രസക്തമായിട്ടുള്ളൊരു ഭാഗത്ത് നിന്ന് ആർക്കും സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ സ്വപ്നം കണ്ട കാര്യം വെച്ചുകൊണ്ട് എൻ്റെ ഉള്ളിൽ സ്വപ്നം, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പല സ്വപ്നങ്ങളും ജനിക്കുന്നു. അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കായി, അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാരണം എൻ്റെ ഉള്ളിൽ പല ധാരണകളുണ്ടാകുന്നു സംസാരിക്കുമ്പോൾ. അപ്പം നമ്മൾ പരസ്പരമല്ല സംസാരിക്കുന്നത്. എൻ്റെ സ്വപ്നവും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു, വല്ലാത്ത കഷ്ടപ്പാടാണ്. നമ്മൾ പരസ്പരമാണ് സംസാരിക്കേണ്ടത്. നമ്മൾ പരസ്പരം അനുഭവങ്ങളെ കൈമാറുകയാണ് ചെയ്യുന്നത്. ആശയങ്ങളെ കൈമാറുന്ന ഭാഗം വേണമെങ്കിൽ ആകാം, അവിടെയാണ് സങ്കല്പം. അനുഭവത്തെ കൈമാറുന്ന ഭാഗം, ആശയങ്ങളെ കൈമാറുന്നത് എന്താണ്? H2O, ഹൈഡ്രജനും ഓക്സിജനും ഇന്ന രീതിയിൽ അളവിലെടുത്താൽ അത് വെള്ളമാണ്. ഇതൊരാശയമാണ്. അവിടെ ആശയത്തെ കൈമാറുന്നത്.
നമ്മൾ അനുഭവത്തിൽ നിന്നുകൊണ്ട് ആണ് സഹകരണം. അപ്പോൾ അമ്മ ഒരു അനുഭവം നമ്മൾക്ക് തരുന്നുണ്ട്. അമ്മ ഒരു അനുഭവം തരും, അച്ഛനൊരു അനുഭവം തരും, സഹോദരങ്ങളൊരു അനുഭവം തരും, സുഹൃത്തുക്കളൊരു അനുഭവം തരും, പിന്നെ അയൽവാസി തരും, പിന്നെ അപരിചിതൻ തരും. എന്തോ എന്തോ അനുഭവത്തിലാണ് സ്ഥിരത. തിരിച്ചറിഞ്ഞ അനുഭവം, തിരിച്ചറിഞ്ഞ അനുഭവം തീർച്ചയായിട്ടും. ഓരോ വ്യക്തികളും അനുഭവിക്കുന്നു, അനുഭവിക്കുന്ന കാര്യത്തിന്റെ വ്യക്തത, അതിനെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. തിരിച്ചറിഞ്ഞതിന് ശേഷം അനുഭവത്തിൽ തന്നെ നിരന്തരമായിട്ട് ഉണ്ടാകണം. തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവിടെ അനുഭവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആശ്വാസം. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അനുഭവത്തിൽ കോട്ടമില്ല. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ അവസ്ഥ സ്ഥിരതയിലാണ്, അതിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. എന്തോ ശിവരാജ് പറഞ്ഞ കേട്ടില്ല, വോയിസ് ക്ലിയർ അല്ല ശിവരാജ്. എന്തോ ശിവരാജിന്റെ വോയിസ് ആരെങ്കിലും കേട്ടോ? അപ്പം അനുഭവമാണ് സ്ഥിരമായിട്ട് പോകുന്നത്. അപ്പോൾ തിരിച്ചറിഞ്ഞു, ഓക്കെ ഈ അനുഭവത്തിലാണ് നിൽക്കേണ്ടത്. തിരിച്ചറിഞ്ഞു, തീർച്ചയായിട്ടും തിരിച്ചറിയണം. ആണ് അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ തുടർച്ച കൊണ്ടുപോകാൻ പറ്റത്തില്ല, തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൻ വന്നു, സഹോദരങ്ങൾ വന്ന്, സഹോദരിമാർ വന്ന്, സുഹൃത്തുക്കൾ വന്ന്, ബന്ധുക്കൾ വന്ന്, അയൽവാസികൾ വന്ന്, പിന്നെ അപരിചിതൻ വന്ന്. ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഭാഗത്ത് ഏകാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടി തിരിച്ചറിയുന്നത് ഇപ്രകാരമായിരിക്കും. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, അങ്ങനെയുള്ള ഒരു ശ്രേണിയിലായിരിക്കും അനുഭവത്തെ വിലയിരുത്തി കൊണ്ടുപോകുന്നത്. ഇതിലാണ് ലാസ്റ്റാണ് അപരിചിതനെ ഡീൽ ചെയ്യുന്നത്. അപരിചിതനെ ഡീൽ ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ, അപരിചിതനെ ഡീൽ ചെയ്യുന്ന ഭാഗത്ത് ഇതെല്ലാം എന്തിനാണ്? ഇതെല്ലാം സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ്. ശരി അല്ല എന്നല്ല പറഞ്ഞത്, സ്ഥിരത ഇല്ലെന്നാണ് പറഞ്ഞത്. മാതാപിതാക്കളെ സ്ഥിരതയുള്ളതാണ് ശൂന്യത. നമ്മൾ ചുറ്റുപാടും കാണുന്ന സർവ്വതിനും തുല്യ സ്ഥാനം കൊടുക്കുമ്പോൾ ഒന്ന് ഉള്ളതിൽ ഈ ഉള്ളതാണ് നമ്മളുണ്ട. നിങ്ങൾ ഒരു കാര്യം ചോദിച്ചിട്ട് നിർത്തിയിട്ട് ഉത്തരം പറഞ്ഞതിന് ശേഷമേ അടുത്ത കാര്യം പറയാവുള്ളൂ. അപ്പോഴാണ് പരസ്പരം സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മൂല്യം ഉണ്ടാകത്തുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ചോദിച്ച് അതിന് മറുപടി തരാൻ തുടങ്ങുമ്പോൾ, അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം കയ്യിലുണ്ടെങ്കിൽ അത് കയ്യിൽ പറഞ്ഞാൽ പോരെ. എൻ്റെ രീതിയിലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ രീതിയിലല്ല ഉത്തരം പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ഉത്തരം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വേണേൽ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ് മറ്റൊരാൾ പറയാനുള്ളത്, ആ മറ്റൊരാളെ കേൾക്കുക, അതിന് തയ്യാറാകണം. അപ്പോഴാണ് പരസ്പരമുള്ള സഹകരണത്തിൻ്റെ ആരംഭം. അവിടെയാണ് ഒരു സത്സംഗം നടക്കുന്നത്. അവിടെയാണ്. അല്ലെങ്കിൽ ഒരാൾ വന്നു വെച്ചാൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അടുത്ത ആൾ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിന് ഇടയിൽ കയറുന്നു. അത് സത്സംഗമല്ല, അതാണ് മുഷ്കെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പക്വതയില്ലായ്മ എന്ന് പറയാം, അരാജകത്വം എന്ന് പറയാം. അല്ല, എനിക്ക് പോസിബിൾ ആകാത്ത കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. എൻ്റെ കഞ്ഞി ഇവിടെ വേകുന്നുണ്ട്, നിങ്ങളുടെ കഞ്ഞി വേകുന്നുണ്ടോ ഇല്ലെന്ന് നോക്കുക. എൻ്റെ കഞ്ഞി വേവിക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ? പറഞ്ഞു ഇല്ല. അപ്പോൾ എൻ്റെ കഞ്ഞി ഞാൻ വേവിക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് വേകുന്നുണ്ട്, അത് കഴിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഞ്ഞി വേകാത്ത കാര്യമുണ്ടെങ്കിൽ അത് നോക്കുക. നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് എൻ്റെ പ്രവൃത്തിയോ നിങ്ങളുടെ പ്രവൃത്തിയോ അല്ല. ഇവിടെ ഒരു വ്യക്തിയുടെയും പ്രവർത്തനത്തിൽ ഇടപെടുന്നില്ല ആരും. ഓക്കെയുടെ പ്രവർത്തനം എന്താണെന്ന് ഇവിടെ ആരും അന്വേഷിക്കുന്നില്ല. പരസ്പരം മാന്യമായിട്ട് എവിടെയാണ്, എപ്രകാരമാണ്
നമുക്ക് നമ്മുടെ സവിശേഷത അനുഭവത്തിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ ഇൻറ്റൻഷൻ. അണ്ട് വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാനല്ല. ഇവിടെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാനുള്ള താല്പര്യമില്ല. അങ്ങനെ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകുന്നില്ല. അതിന് ശ്രമിച്ചാൽ നിങ്ങളെ റൂമിൽ നിന്ന് താഴത്തോട്ട് മാറ്റും. കാരണം വ്യക്തി അധിഷ്ഠിതമല്ല. അല്ല, എന്നെ വിലയിരുത്തുന്നതല്ല ഈ റൂമിൻ്റെ താല്പര്യം. എന്നെ വിലയിരുത്തുക എന്നുള്ളതല്ല. ഇവിടെ ഇരിക്കുന്ന ഒരാളെയും വിലയിരുത്തുന്നില്ല. അബ്രഹാമിനെ വിലയിരുത്തുന്നില്ല, റൂബിനെ വിലയിരുത്തുന്നില്ല, ശുഭരാജിനെ വിലയിരുത്തുന്നില്ല, ഓക്കേനെ വിലയിരുത്തുന്നില്ല. അതിനെ ഇടയാക്കരുത്. നിങ്ങളെ വിലയിടാനുള്ള ഒരു താല്പര്യമില്ല. നിങ്ങൾ ആ രീതിയിൽ ഡിസ്കഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഓഡിയൻസ് പാനലിലോട്ട് മാറ്റും. നിങ്ങളെക്കുറിച്ചുള്ള രൂപരേഖ ഓക്കെ നിങ്ങൾ ഇനി ഈ ഡിസ്കഷൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളെ താഴത്തോട്ട് ഇടേണ്ടി വരും. നിങ്ങളെക്കുറിച്ചല്ല ഇവിടുത്തെ ഡിസ്കഷൻ മുഴുവനും ലൈഫ്, ജീവൻ എങ്ങനെ, എല്ലാം ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവൻ എങ്ങനെ അനുഭവിക്കുന്നു അതിനെപ്പറ്റിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് നിങ്ങൾക്ക് എന്തോരം വേണേലും എക്സ്പ്രസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ റൂമിൽ നിന്ന് മാറ്റും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ വ്യക്തിയെ അല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. നിങ്ങൾക്കത് മനസ്സിലാകുന്ന വ്യക്തമായിട്ട് പല പ്രാവശ്യം പറഞ്ഞ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് 1000 വട്ടം പറയുന്നുണ്ട്. റൂമിൽ അത് മാത്രമേ നടക്കുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് അതിൻ്റെ ഒരു അംശം പോലും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക, വീണ്ടും ശ്രദ്ധിക്കുക. അല്ല, മറ്റാളെ വിലയിരുത്താനല്ല, മറ്റുള്ളവരാരെയും വിലയിരുത്തുന്ന ഭാഗത്തല്ല. നൈരന്തര്യത, നിരന്തരമായിട്ടുള്ള ജീവനെ അനുഭവിക്കുന്ന ഭാഗത്ത് ഓരോ വ്യക്തിക്കും എങ്ങനെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ച് തുടർന്നു പോകുന്ന ഭാഗം, അതാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ഭാഗത്തിരുന്ന് കേൾക്കുക, ആ ഭാഗത്ത് നിങ്ങൾക്ക് സഹകരിക്കാം. അപ്പോൾ നമ്മൾ ഒരു അനുഭവം, സ്ഥിരമായിട്ടൊരു അനുഭവം ഒരു വ്യക്തിയിൽ വരണം. ആ സ്ഥിരത വരുമ്പോഴാണ് ആ വ്യക്തിയായിട്ട് ഞാനെന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഇത് കൂടുതലും നമ്മളെന്ന് പറഞ്ഞ ഭാഗത്തിരുന്നുകൊണ്ട് ഞാനെന്ന് ഓരോരുത്തരും പറയുകയും, ഞാൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു അനുഭവം കിട്ടണം, സ്ഥായിയായിട്ടുള്ള മാറാത്തൊരനുഭവം കിട്ടണം. അങ്ങനെ മാറാത്തൊരനുഭവം വരുമ്പോഴാണ് നമുക്ക് ഞാൻ എന്ന് പറയാൻ സാധിക്കുന്നത്. അവിടെയാണ് സഹകരണം. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഞാനെന്ന് പറയുന്ന ഭാഗം ഉണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് സമൂഹം പോകുന്നത്. പക്ഷേ ഞാനെന്ന് പറയുന്ന അനുഭവം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത്. സമൂഹത്തിൽ കണ്ടുവരുന്നത് ഞാനെന്ന് പറയുന്ന ഭാഗമില്ല, നമ്മളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നത്, വഞ്ചന, ചതി, ഇതെല്ലാം ഞാനെന്ന് പറയുന്ന അനുഭവമില്ലാത്തതുകൊണ്ടാണ്. നുണ പറയുക, കള്ളത്തരം കാണിക്കുക, വഞ്ചിക്കുക, ചതിക്കുക, ഉപദ്രവിക്കുക, ഇതൊന്നും ഞാനെന്ന് പറയുന്ന അനുഭവമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. പരസ്പരം സഹകരണം പൂർണ്ണമായിരിക്കും. ഒരു കാരണവശാലും ഞാനെന്ന് പറയുന്ന അനുഭവം കിട്ടിയ വ്യക്തിക്ക് അസ്വസ്ഥത ഉണ്ടാകത്തില്ല. കാരണം എന്താ? അവിടെ സ്ഥിരത വന്നു, അനുഭവത്തിൽ സ്ഥിരത വന്നു. ഇവിടെ നിന്നാണ്, ഈ പോയിന്റിൽ നിന്നാണ് സമൂഹം, കുടുംബം. അപ്പോൾ ഇവിടെ കുടുംബം എന്നൊക്കെ പറയുന്നത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാൽ കുട്ടികളുണ്ടാവും. അതിനകത്ത് പ്രത്യേകിച്ചും വ്യക്തിയുടെ ക്വാളിറ്റിയൊന്നുമല്ല, ഞാൻ എന്ന് പറയുന്ന സവിശേഷതയൊന്നുമല്ല. അവിടെ ആര് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടാൽ ആണും പെണ്ണും കാലത്തിൻ്റെ ഭാഗത്ത് പ്രായപൂർത്തിയായാൽ പ്രകൃതിയുടെ സവിശേഷതയാണ് പ്രത്യുൽപാദനം നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഭാഗം വെച്ചുകൊണ്ട് ഇന്ന് തലമുറകളായിട്ട് ഇങ്ങനെ കുടുംബജീവിതം എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷെ ശരിക്കും കൂടുമ്പോൾ ഇമ്പമുള്ളത്, കാരണം അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് കൂടുമ്പോൾ ഇമ്പമാണ്, അല്ലേ? ഒരു വ്യക്തിയിലൊരു അനുഭവമുണ്ട്, അടുത്ത വ്യക്തിയിലും അനുഭവമുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ കൂടുമ്പോൾ അവിടെ ഇമ്പമാണ് ഉണ്ടാകുന്നത്, അല്ലാതെ അവിടെ കോംപ്ലിക്കേഷൻ ഇല്ല. അങ്ങനെ ഇമ്പത്തിൽ നിന്നാണ് ഭാഷ. അതുകൊണ്ടാണ് നമുക്ക് പരസ്പരം ഭാഷ ഉപയോഗിച്ചാൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്തത്.
ഇമ്പമില്ലാത്ത രണ്ടുപേര് തമ്മിൽ സംസാരിച്ചാൽ അവിടെ കച്ചറ ഉണ്ടാകും. അനുഭവത്തിൽ ഇമ്പമുണ്ടാകുമ്പോഴാണ് നമുക്ക് പരസ്പരം സൗഹാർദ്ദത്തിൽ എത്ര കാലം വേണേലും ഇരുന്ന് പ്രവർത്തിക്കാം, ജീവിക്കാം, സംസാരിക്കാം, ഒരു കുഴപ്പമുണ്ടാകത്തില്ല. മറ്റേ സങ്കല്പത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ സങ്കല്പത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അനുഭവമില്ല. ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് സങ്കല്പം? എൻ്റേത്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ വീട്, എൻ്റെ അറിവ്, എനിക്ക് മറ്റുള്ളവർ തന്ന സ്ഥാനം, ഇതെല്ലാം ഞാനെന്ന് പറയുന്ന പദവിയിലോട്ട് അനുഭവത്തിൽ ഉയർത്തിയിട്ടില്ല. എൻ്റേതെന്ന് പറയുമ്പോൾ സ്ഥിരത കൈവരിച്ചിട്ടില്ല. ഞാനുണ്ട് എന്നുള്ള സങ്കല്പത്തിലാണ് നടക്കുന്നത്. ഞാൻ ഒരു അനുഭവമാകുന്നില്ല. എങ്ങനെയാണ് ഞാൻ അനുഭവമാകേണ്ടത്? എല്ലാ പ്രവർത്തനങ്ങളും, ഞാൻ ചെയ്യുന്ന ജോലിയും അതും ഇതുമല്ല, ഇതര കാര്യങ്ങളല്ല, പ്രവർത്തനത്തിൻ്റെ തുടർച്ച. എല്ലാ പ്രവൃത്തിക്കും തുടർച്ച ഉണ്ടാകണം. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു നിർത്തി, പിന്നെ വേറൊരു കാര്യം ചെയ്തു നിർത്തി, അങ്ങനെയാണെങ്കിൽ പലത് ജനിക്കുകയും ചെയ്യും, പലത് മരിക്കുകയും ചെയ്യും. അങ്ങനെ ആകരുത്. പ്രവർത്തനത്തിൽ തുടർച്ച വേണം, നൈരന്തര്യത വേണം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളാകാനുള്ള കാരണങ്ങൾ സാവകാശം തെളിഞ്ഞു വരും. അതായത് സൂര്യൻ കൃത്യമായിട്ടുണ്ട്, അല്ലേ? ഭൂമിയുടെ ചലനവും കൃത്യമായിട്ടുണ്ട്. ചന്ദ്രൻ, അതിനും കൃത്യതയുണ്ട്. ഇതെല്ലാം നൈരന്തര്യതയുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ ഇപ്രകാരമുള്ള നൈരന്തര്യതയുള്ള മാറ്റത്തിൻ്റെ സ്വാധീനത്തിലാണ്, മാറ്റത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളുടെ ശരീരം രൂപം കൊണ്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അനുഭവത്തിലും തുടർച്ച സാധ്യമാണ്. എൻ്റേതെന്ന് പറയുമ്പോൾ എൻ്റെ വസ്തുക്കളെയും എൻ്റെ താല്പര്യങ്ങളെയും നിലനിർത്താൻ ശ്രദ്ധിക്കുമ്പോൾ ഈ നൈരന്തര്യത നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. തന്മൂലം നമ്മൾ രോഗി ആകുന്നു. അപ്പോൾ രോഗത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ യോഗമെന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ തുടർച്ചയാണ് യോഗം. അതുകൊണ്ടാണ് ആശ്വാസം. മറ്റൊരാളുടെ പ്രവൃത്തി കാണുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ നിരന്തരമായിട്ടുള്ള അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. ശ്രദ്ധിക്കണേ, നമ്മുടെ കുട്ടികളെ ഓർത്ത് വിഷമിക്കുന്നു മാതാപിതാക്കൾ. എന്തുകൊണ്ടാണ് കുട്ടികളെ ഓർത്ത് വിഷമിക്കുന്നത്? കാരണം അവരുടെ പ്രവൃത്തി നിയന്ത്രണത്തിന് വിധേയമാകുന്നില്ല, മാതാപിതാക്കളുമായിട്ട് ഒത്തുപോകുന്നില്ല. എന്തുകൊണ്ട് മാതാപിതാക്കളായിട്ട് ഒത്തുപോകുന്നില്ല? കാരണം മാതാപിതാക്കളിൽ സ്ഥിരതയില്ല. അനുഭവത്തിൽ സ്ഥിരത വരുമ്പോൾ കുട്ടികൾ 100% ഇതിൽ കണക്റ്റാവും. കാരണം കുട്ടികൾക്ക് മാതാപിതാക്കളെ ആശ്രയിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഒരു കാരണവശാലും കുട്ടികൾ മാതാപിതാക്കളെ വിട്ടിട്ട് മറ്റൊരു വ്യക്തിയെ ആശ്രയിക്കാൻ പോകത്തില്ല. പക്ഷേ മാതാപിതാക്കളിൽ അനുഭവത്തിൽ സ്ഥിരതയില്ലാത്തതുകൊണ്ട് മാതാപിതാക്കളുള്ള അസ്ഥിരതയാണ് കുട്ടികളിലും പ്രകടമാകുന്നത്. അപ്രകാരം മാതാപിതാക്കളിലെ അസ്ഥിരത കുട്ടികളിൽ പ്രകടമാകുമ്പോൾ മാതാപിതാക്കളിൽ അസഹിഷ്ണുത വരുന്നു. ഈ അസഹിഷ്ണുത കുട്ടികളുടെ ഉപബോധ മനസ്സിനെ വേദനിപ്പിക്കത്ത രീതിയിലുള്ള പ്രവർത്തനത്തിലോട്ട് കൊണ്ടുപോകുന്നു. ഇത് പറയൂ ശുഭിരാജിൻ്റെ മൈക്ക് അൺമ്യൂട്ടാണ്, വോയിസ് ഇല്ല. ഓക്കെ. അപ്പം മാതാപിതാക്കൾ ഇങ്ങനെ ഓരോ തലമുറ മാറും തോറും ഇത് കുട്ടികൾ കുറച്ചും കൂടി വേഴ്സാകുകയും ചെയ്യുന്നു. കുട്ടികൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടിലോട്ടാകും. കാരണം അനുഭവത്തിൽ സ്ഥിരതയില്ല. അനുഭവത്തിൽ സ്ഥിരത വരുമ്പോൾ എന്ത് സംഭവിക്കും? ആശ്വാസം. ആരെങ്കിലും ഒരാൾ, ഒരു വ്യക്തി എവിടെയെങ്കിലും അനുഭവത്തിൽ സ്ഥിരതയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും, അനുഭവത്തിൽ സ്ഥിരതയില്ലാത്ത എല്ലാ ആൾക്കാരും ഈ വ്യക്തിയെ അറിയാനും കാണാനും കേൾക്കാനും തുടങ്ങും. ആരെല്ലാവരും? അനുഭവത്തിൽ സ്ഥിരതയില്ലാത്തവർ. ഇനി ഈ ഭാഗം രണ്ട് രീതിയിൽ വരും. അനുഭവത്തിൽ സ്ഥിരതയില്ലാത്തവർ രണ്ട് ഭാഗം കാണാം. ഒന്ന്, ക്രിമിനലായിട്ടുള്ള ആൾക്കാരെ കാണാം. ആരായിരിക്കും ക്രിമിനലായിട്ടുള്ള ആൾക്കാരെ കാണുന്നത്? ക്രിമിനലായിട്ടുള്ള അസ്വസ്ഥതയുള്ള ആൾക്കാരെ കാണുന്നത് അവരവരുടെ അസ്വസ്ഥത
അവരവരിലുള്ള അസ്വസ്ഥതയുടെ നിയന്ത്രണത്തിൽ ഇരിക്കുന്നവർ പ്രശ്നങ്ങൾ മാത്രമേ എവിടെ നോക്കിയാലും കാണത്തുള്ളൂ. ശ്രദ്ധിക്കണം. അവരവരിൽ അസ്വസ്ഥതയുള്ളവർ എവിടെ നോക്കിയാലും, സൂര്യനെ നോക്കിയിട്ടും സൂര്യനും ശരിയല്ലെന്ന് പറയും, ചന്ദ്രനെ നോക്കിയിട്ട് ചന്ദ്രനും ശരിയല്ലെന്ന് പറയും, പറന്നു പോണ കാക്ക അതും ശരിയല്ലെന്ന് പറയും. ആരാണ്? അസ്വസ്ഥനായ വ്യക്തി. അവർ കാണുന്ന എല്ലാം അസ്വസ്ഥതയാണ് അല്ലേ? അവിടെയാണ് അങ്ങനെ ഒരു ഭാഗമുള്ളത് കൊണ്ടാണ് സത്സംഗിൻ്റെ താല്പര്യം. അവിടെയാണ് സത്സംഗം എന്ന് പറയുന്ന ഒരു താല്പര്യം. ശിവരാജ് നോക്ക്, ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നോക്ക്. ശിവരാജിന് വോയിസ് ക്ലിയർ ആണോ? കേൾക്കാവോ? ഓക്കെ. അപ്പം സത്സംഗിലാണ് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് ഒരിക്കലും വസ്തുതപരമായിട്ടുള്ള അനുഭവം തെളിഞ്ഞു വരത്തില്ല. ഒരു വ്യക്തിയും കേന്ദ്രീകരിച്ച് നടക്കത്തില്ല. അങ്ങനെ ശരിയല്ലത്, അങ്ങനെ നടക്കത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയുമില്ല. പരിപൂർണത എന്ന് പറയുന്നതിൻ്റെ അതോറിറ്റി അംബാസഡറായിട്ട് ഒരു വ്യക്തിയുമില്ല. എല്ലാ മനുഷ്യരുമായിട്ട് സഹകരിക്കുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഒരു വ്യക്തി, ഈ വ്യക്തി ശ്രേഷ്ഠനാണ്, ആത്മബോധമുള്ള ഒരു മഹാത്മാവാണ് എന്ന് പറഞ്ഞെടുത്താൽ കാര്യം ശരിയാകില്ല. അങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് പ്രശ്നത്തിലോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് സഹകരണം, എല്ലാ മനുഷ്യരും, സത്സംഗമാണ് നമ്മുടെ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗം. സത്സംഗ്. എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നുണ്ടോ? വീട്ടിലുള്ള അംഗങ്ങൾ, ഒരു കുട്ടിയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ടോ? മതി. മാതാപിതാക്കളും എല്ലാവരും ഒരേപോലെയാണ്. അവിടെ ആർക്കും പ്രത്യേകിച്ച് മുൻതൂക്കമൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെയുള്ള സാധ്യതയുള്ളൂ. ഒരേപോലെയുള്ള ഒന്ന് മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇക്വാലിറ്റിയില്ല. കാരണം എന്താണ് എല്ലാവർക്കും വേണ്ടത്? എന്താണ്? ഒന്നാണ് വേണ്ടത്. അതിൽ പലത് വേണ്ട ആൾക്കാരില്ല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. ഞാനെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടത് വേറെതാണ്, നിനക്ക് വേണ്ടത് വേറെതായിക്കോട്ടെ. ഞാൻ വേറെ ആഗ്രഹമുള്ള ആളാണ്. എൻ്റെ ആഗ്രഹമല്ല നിൻ്റെ ആഗ്രഹം. എല്ലാവരും വ്യത്യസ്തരാണെന്ന് പറയുന്ന ഭാഗത്താണ് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത കാണുന്നത്. അതല്ല ശരിയായിട്ടുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം. എല്ലാവർക്കും വേണ്ടത് ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്നിൽ നിന്നുകൊണ്ട്, ഞാനെന്ന് പറയുന്ന ആത്മബോധത്തിൽ നിന്നുകൊണ്ടാണ് സർവ്വകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് സഹകരണത്തിന് യാതൊരു കുഴപ്പമില്ല. മറ്റൊരാളുടെ പ്രവൃത്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല. ഇന്ന് സമൂഹത്തിൽ കാണുന്നത് മറ്റുള്ളവരുടെ പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രി എന്തു ചെയ്തു, പ്രധാനമന്ത്രി എന്തു ചെയ്തു, അല്ലേ? അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി എന്തു ചെയ്തു, ഇപ്പുറത്തോട്ട് MLA എന്ത് ചെയ്തു, MP എന്ത് ചെയ്തു, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് ചെയ്തു, പോലീസ് എന്ത് ചെയ്തു, അതൊക്കെ അവർ ചെയ്തോളൂ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്ത് എത്തണം, അവിടെ ഇരിക്കാൻ പറ്റണം. ഇത് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ തുടർച്ച കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവിടെയാണ് ഇളക്കം തട്ടുന്നത്. ഞാൻ എന്ന് പറയുന്ന ഭാഗം അഭിമാനത്തോട് പറയാൻ പറ്റുന്നില്ല. അപ്പോഴുടനെ എന്ത് ചെയ്യും? ഞാൻ എന്നുള്ളതിന് പകരം ഞാൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് നേടിയതിൻ്റെ പുറകെ പോകും. എൻ്റേത്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ സ്വത്ത്, എൻ്റെ ബിസിനസ്, എൻ്റെ ആശയം. ഇവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാനം തെറ്റിപ്പോയത്. എൻ്റേതെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരെയൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എന്താണ്? അവരിൽ സ്ഥിരതയുണ്ടാകത്തില്ല. ഇനി അവർ എൻ്റേതെന്നുള്ളതിന് പകരം അടുത്ത ഒരു വേഷം കെട്ടുകൂടിയെടുക്കും. മഹാത്മാവ്, സ്വാമി വിവേകാനന്ദൻ, യേശു ക്രിസ്തു, ഇവരൊക്കെ ശരിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇവർക്ക് യാതൊന്നും വസ്തുതപരമായിട്ട് യാതൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഒരുപാട് പേര് എടുക്കുന്ന ഒരു കഥാപാത്രത്തെ എടുക്കും.
അള്ളാഹു, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്. എന്തിനാണ് ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണെന്നൊക്കെ പറയുന്നത് എന്തിനാണ്? എന്നിൽ സ്ഥിരത ഇല്ലാത്തത് കൊണ്ടാണ്. എന്നിൽ സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ മനുഷ്യനാണ് എടുത്ത് പറയേണ്ട ഭാഗം പോലും വരുന്നില്ല. ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരിലുമുള്ള ഒരേ ഞാനാണ്, അല്ലേ? എല്ലാവരിലുമുള്ള ഒരേ ഞാനാണ്. അപ്പോൾ ഇവിടെ ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഞാൻ ഒരേപോലെ ആകുമോ? ആകത്തില്ല. ഞാൻ ആണാണ്, പിന്നെ ഞാൻ പെണ്ണാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്. ഇതൊന്നും നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളെ നിലനിർത്തുന്ന സവിശേഷതയുടെ ഭാഗമല്ല. കാലത്തിൻ്റെ ഭാഗത്ത് ഞാൻ അച്ഛനാകും, ഞാൻ അമ്മയാകും, സഹോദരനാകും, ശത്രുവാകും, സുഹൃത്താകും, അങ്ങനെ പലതും ആകും. അതെല്ലാം കാലത്തിൻ്റെ സൃഷ്ടിയാണ്. ജീവൻ്റെ ഭാഗത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ, അല്ലേ? അവിടെയാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള സത്സംഗം അവിടെ നടക്കത്തുള്ളൂ. അവിടെ എല്ലാവരും ഒരുമിച്ചാണ് വരണത്. ആർക്കും മുൻതൂക്കമില്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കും, ഒരു സംശയം വേണ്ട. ഇത് വളരെ വ്യക്തമാണ്. ഈ വ്യക്തത അവിടെ ഉള്ളതാണ്. അല്ലാണ്ട് ഇന്ന കാലഘട്ടത്തിൽ 1947 എന്ത് സംഭവിച്ചു, 2016 എന്ത് സംഭവിച്ചു, ഇല്ല, ആവശ്യമില്ല. നമ്മളിങ്ങനെയുള്ള ഡേറ്റുകൾ എടുത്ത് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അന്നും സംഭവിച്ചത്. അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ് എന്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്ന കെട്ടിടങ്ങൾ തകർന്നു പോയി കാണും, അല്ല, അത്രയേ ഉള്ളൂ. തകർച്ച അവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിക്കാണും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും ഒന്നിന് രൂപം കൊടുത്തു കാണും, രൂപം കൊടുത്ത് തകർന്നു കാണും, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഇനി കുറച്ചും കൂടെ സൂക്ഷ്മത്തിൽ നോക്കിയാൽ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല, ഒന്നും തകർന്നിട്ടുമില്ല. ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്നും നടക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു, ഇന്നെന്ത് സംഭവിച്ചു, നാളെ എന്ത് സംഭവിക്കും, ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെയാണ് നാളെയും സംഭവിക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയം വരുന്നത് എന്തുകൊണ്ടാണ്? നാളെ എനിക്കെന്തെങ്കിലും ദോഷം സംഭവിക്കുമോ, എന്താണ് എനിക്ക് ദോഷം സംഭവിക്കുമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ഞാൻ എന്നെ ശരിയായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല, ഇത്രയേ ഉള്ളൂ. എന്നെ ഞാൻ ശരിയായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല, അല്ലേ? അതുകൊണ്ടാണ് നാളെ ഓർത്ത് ഭയപ്പെടുന്നത്. അല്ലെങ്കിൽ നാളെ ഇല്ല, നാളെ നമ്മൾക്ക് വിഷയമല്ല. നാളെ എങ്ങനെ ഉണ്ടായതാണ്? ഒരു പോയിന്റിൽ നിന്ന് ഞാൻ നടക്കാൻ തുടങ്ങിയത് ഞാൻ മാർക്ക് ചെയ്തല്ലേ, അല്ലേ? ഞാനൊരു പോയിന്റ് ഇട്ടു, അവിടെ നിന്ന് തുടങ്ങിയതാണ് നാളെ, അത്രയേ ഉള്ളൂ. ഞാനൊരു പോയിന്റ് വരച്ചു, എവിടെയോ ഏതോ ഒരു ഭൂമിയിൽ എവിടെയോ ഒരു സ്പോട്ടിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ചെയ്ത പ്രവൃത്തികൾ, അതാണ് നാളെ, അല്ലേ? ഇന്നുണ്ടെങ്കിലേ നാളെ ഉള്ളൂ, ഇന്നില്ലെങ്കിൽ നാളെ ഇല്ല, അല്ലേ? ഇന്ന് മാർക്ക് ചെയ്യണം, അല്ലേ? കയറ് കെട്ടണം, ഒരു കമ്പയിൽ കൊണ്ട് കെട്ടണം. അപ്പം നാളെയുള്ളവന് എപ്പോഴും എന്തുണ്ട്? ഒരു ബന്ധനം, പുറകോട്ട് ഒരു വലിവുണ്ട്. നാളെയുള്ളവന് എന്നും പുറകോട്ടൊരു വലിവുണ്ട്. അവനൊരിക്കലും സ്വതന്ത്രനല്ല. നാളേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവൻ സ്വതന്ത്രനല്ല. കാരണം അവൻ്റെ പിന്നിൽ വലിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെ, ആ വലിവിൽ നിന്നുകൊണ്ടാണ് പശുവിനെ കുറ്റിയിൽ അടിച്ച് കെട്ടിയിരിക്കുന്ന പോലെയാണ്, അല്ലേ? അതെ, ഈ നാളേക്ക് വേണ്ടിയിട്ട് പോകുന്നവൻ ഇന്ന് നിൽക്കുന്ന അവസ്ഥയുണ്ട് എവിടെയോ, അതിൽ നിന്നാണ് നാളേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ മിക്ക ആഗ്രഹങ്ങളും എവിടെയോ ഒരു കെട്ടിയിട്ടിരിക്കുന്ന ആഗ്രഹങ്ങളാണ്, അല്ലേ? മിക്ക ആഗ്രഹങ്ങളും കെട്ടിയിട്ടിരിക്കുന്ന ആഗ്രഹങ്ങളാണ്. ഇത് എന്നെങ്കിലും നടപ്പിലാക്കിയാൽ ഈ കെട്ട് അഴിഞ്ഞ് പോകുമെന്നുള്ള ഭാഗം വരുമോ? ഇല്ല, അടുത്ത കെട്ട് വരും. ഈ ആഗ്രഹം, കാരണം ഒരു കെട്ടിൽ നിന്നാണ്
ജീവിതത്തിൻ്റെ പ്രയാണം ആരംഭിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും മോചിതനാകില്ല. അവനവൻ ഉണ്ടാക്കുന്ന കുടുക്കുകളാണ്. അതിൽ തന്നെ പിന്നെയും പെടുകയും, കാരണം അവനവൻ തന്നെ ഉണ്ടാക്കിയെടുക്കൽ. എൻ്റെ ആഗ്രഹം നടപ്പിലാക്കിയാൽ, എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കുടുക്കാണ്. മനസ്സിലായി? എൻ്റെ അനുഭവം എന്ന് പറയുന്നതും കുടുക്കാണ്. എൻ്റെ അനുഭവം, ജീവൻ്റെ അനുഭവം, ആഹാ കുടുക്കില്ല. ഇത്രയേ ഉള്ളൂ. ജീവൻ്റെ അനുഭവം. താഴത്ത് ഷിബിരാജ് ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ട്, ഒന്ന് ആർക്കെങ്കിലും വായിക്കാവോ? ഞാൻ വായിക്കുന്നതിനൊക്കെ നന്നായിട്ട് നിങ്ങൾ വായിക്കുമോ എന്നുള്ളത് കൊണ്ടാണ്. അബ്രഹാം, എലിക്സർ, ആരെങ്കിലും? ബിജു, ഷിബിരാജിന് വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഷിബിരാജ് എഴുതിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പറയുന്നവനും കേൾക്കുന്നവനും ഒരേ സാധനാമാർഗം തുടരേണ്ടി വരില്ലേ? അതെ. ഇവിടെ ഉള്ള എല്ലാവരും എടുക്കുന്നൊരു സാധന എന്താണ്? ഇവിടെ എല്ലാവരും എടുക്കുന്ന ഒരേ സാധനയാണ് മരണം. ഇന്നിവിടെയുള്ള എല്ലാ മനുഷ്യരും മരിച്ചു പോകുന്നുള്ളൊരു സാധനയിലാണ് ഇരിക്കുന്നത്. അതല്ലാത്തൊരു സാധന ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നില്ല. എല്ലാവരും മരിച്ചു പോകും. എന്തു വന്നാലും ഒരു കാര്യത്തിൽ എല്ലാവരും പരസ്പരം നല്ല ധാരണയിലാണ്. എല്ലാവരും മരിച്ചു എന്നുള്ള ഭാഗത്ത് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇതൊരു സാധനയാണ്. പിന്നെ വേറെ അടുത്ത സാധനം എന്താണ്? കല്യാണം കഴിക്കുക, ഭാര്യ, ഒരു ഓപ്പോസിറ്റ് സെക്സിനെ സമ്പാദിക്കുക. ഇതൊരു സാധനം. ഒരു ജോലി കൈവശപ്പെടുത്തുക, ഒരു വിദ്യാഭ്യാസം, എന്തെങ്കിലും ഒരു ബിരുദം, ഇതെല്ലാം സാധനയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാധനയിലൂടെ, അതായത് സ്കൂൾ വിദ്യാഭ്യാസം ഒരു സാധനയാണ്. അതൊരു ജോലി നേടുക ഒരു സാധനയാണ്. ഇത്ര ഇന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താലേ ജോലി കിട്ടത്തുള്ളൂ. ഒരു പാർട്ട്ണറെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻസ് വേണം, അല്ലേ? സ്വത്തുക്കൾ കൈവശപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനാകണമെന്നുണ്ടെങ്കിൽ ചില സാധനയിലൂടെ കടന്നുപോയാൽ മാത്രമേ രാഷ്ട്രീയക്കാരനാകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഒരു ഡോക്ടറാകാൻ, ഒരു എൻജിനീയറാകാൻ, ഒരു പൊളിറ്റീഷ്യനാകാൻ, ഇതെല്ലാം സാധനയിലൂടെ മാത്രം നടക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാധനകൾ ഇവിടെയുണ്ട്. ശാസ്ത്രജ്ഞനാകുന്നുണ്ട്, പക്ഷെ മനുഷ്യനാകുന്നില്ല ആരും. മനുഷ്യനാകാനുള്ള സാധന ആർക്കും താല്പര്യമില്ല. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സമസ്തതയിൽ ചേർന്ന് നിൽക്കുന്ന ഒരനുഭവമാണ് മനുഷ്യൻ. മനനം ചെയ്യണം, മാറ്റത്തെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന ഒരു സാധന വേണം. നമ്മളിവിടെ സമൂഹം പഠിപ്പിക്കുന്ന പല സാധനയിലും ഒരു കൊച്ചുകുട്ടി നഴ്സറി ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ABCD അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ സാധനയാണ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? അതെല്ലാം സാധനകളാണ്. വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളിലൂടെയാണ് ഒരു വ്യക്തി വളർന്നു വരുന്നത്. പക്ഷേ ഈ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളൊന്നും ഒരുമിച്ച് ചേർന്ന് വരുന്ന ഭാഗമില്ല. ഒരുമിച്ച് ചേർന്ന് വരുന്ന ഭാഗമില്ല, ഐക്യത്തിലോട്ട് വരുന്നില്ല. ഈ വ്യത്യാസങ്ങളെല്ലാം നിരന്തരം വ്യത്യാസത്തിൽ തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് രോഗം വരുന്നു. സാധനയിൽ തുടർച്ച, ഒരുമയുണ്ടാകുമ്പോൾ രോഗമുണ്ടാകത്തില്ല, യോഗമുണ്ടാകും. സാധന വളരെ പ്രധാനപ്പെട്ടതാണ്. സഹകരണത്തിൻ്റെ പരിപൂർണത, എല്ലാവരുമായിട്ട് എല്ലായ്പ്പോഴും സഹകരിക്കാൻ സാധിക്കുമ്പോൾ സാധനയുടെ പരിപൂർണത കൈവശപ്പെടുത്താൻ അനായാസം. അപ്പം ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാൽ സാധന എന്തിൻ്റെ ഭാഗത്തായിരിക്കും? മറ്റൊരാളുടെ അഭിപ്രായമാണത്, അല്ലേ? ഞാൻ മുസ്ലിമാണ് എന്ന് വെച്ചാൽ മറ്റൊരാളുടെ അഭിപ്രായമാണത്. ഒരിക്കലും ഞാൻ മുസ്ലിം ആകുമോ? ഇല്ല, ആകത്തില്ല. ഒരിക്കലും ഞാൻ എന്ന് പറയുന്നത് ആത്മാവിൽ നിന്നാണ്. ഞാനെന്ന് പരിപൂർണമായിട്ടുള്ള ഞാൻ ആത്മാവിൽ നിന്നാണ്. അതൊരിക്കലും മുസ്ലിം ആകത്തില്ല, ഹിന്ദു ആകത്തില്ല, ക്രിസ്ത്യാനിയും ആകത്തില്ല. അതൊരിക്കലും ഭാര്യയാകത്തില്ല, ഭർത്താവാകത്തില്ല, കാമുകനാകത്തില്ല, കാമുകിയാകത്തില്ല, ഡോക്ടറാകത്തില്ല, എൻജിനീയർ ആകത്തില്ല, അധ്യാപകനാകത്തില്ല, അധ്യാപികയാകത്തില്ല. ഞാൻ ആത്മാവിൽ നിന്നാണ്. അതിനൊരിക്കലും നമുക്ക് ഒരു ലക്ഷണം പറയാൻ പറ്റത്തില്ല. അതിന് അനുഭവമേ ഉള്ളൂ. അതെ, അതിന് അനുഭവമേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് നമ്മൾ സഹകരിച്ചുള്ള സാധന?
നിരന്തരമായിട്ടുള്ള അനുഭവത്തിന്, ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ്. ആത്മബോധത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി കുത്തിയിരുന്നാൽ കിട്ടുമോ? ഇല്ല. പലപ്പോഴും പലരും ധരിക്കുന്ന എവിടെയെങ്കിലും കുത്തിയിരുന്ന് അനങ്ങാതെ മിണ്ടാതിരുന്ന് തപസ് ചെയ്താൽ ഇല്ല, കിട്ടത്തില്ല. അങ്ങനെ കിട്ടുന്നതല്ല. എന്നുവെച്ചാൽ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തെ, കാരണം എന്തുകൊണ്ടാണ് പ്രവർത്തനത്തെ? കാരണം നമ്മളെ ചലിപ്പിക്കുന്ന ഇതര ശക്തികളുണ്ട്. അങ്ങനെയുള്ള ഇതര ശക്തികളെ നേരിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കർമ്മം, ധർമ്മത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വേറിട്ട് നിൽക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകുന്നിടത്ത് ആത്മബോധം ഉണരും. വേറെ ഒന്നും വേണ്ട. അതിന് ഒരു ഗുരുനാഥൻ്റെ ആവശ്യമില്ല, ഒരു ഗുരുക്കന്മാരെയും തരണ്ട. സഹകരണത്തിൽ സത്യസന്ധത. എങ്ങനെ? അനുഭവത്തെ കേന്ദ്രീകരിച്ച്, വെളിച്ചത്തിൻ്റെ പുറകെ അല്ല. വെളിച്ചം എടുക്കരുത് ഇവിടെ, ഒരിക്കലും വെളിച്ചം എടുക്കരുത്. വെളിച്ചം എടുക്കുമ്പോഴാണ് സങ്കല്പം വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നത്. വെളിച്ചം നമ്മളിവിടെ എടുക്കുന്നില്ല, പകരം അനുഭവത്തെ എടുക്കുന്നുള്ളൂ. അനുഭവത്തെ എടുത്ത് സ്ഥിരത കൊണ്ടുവന്നു കഴിഞ്ഞാൽ അനുഭവം, എല്ലാ അനുഭവം, ശരീരത്തിന് ബാഹ്യമായിട്ടുള്ള അനുഭവമുണ്ട്, ആയിക്കോട്ടെ, പല വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ വ്യത്യാസങ്ങളെ നിർവീര്യം ചെയ്യുന്നിടത്താണ് ശരിയായിട്ടുള്ള ആത്മബോധം തെളിഞ്ഞു വരുന്നത്. അല്ലാണ്ട് ഞാൻ തപസ് ചെയ്യാൻ പോയി, ഞാൻ യോഗ ചെയ്യാൻ പോയി, ഇതെല്ലാം ഞാൻ ചെയ്യാൻ പോയി എന്നാണ് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ കണ്ടെത്താനാണ് പ്രവർത്തിക്കേണ്ടത്. ഇത് ഞാൻ ചെയ്യാൻ പോയി, ഞാൻ യോഗ ചെയ്യാൻ പോയി, ഞാൻ ഗുരുവിനെ കണ്ടെത്തി, ശരിയാവുമോ? ആകത്തില്ല. കാരണം ഓൾറെഡി ഞാൻ കണ്ടെത്തി. അവിടെ ഞാൻ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ ഇനി എന്താ അന്വേഷിച്ചിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത്? അന്വേഷിക്കേണ്ടത് ഞാൻ എന്താണെന്നാണ്. ഇത് ഞാനാണ് അന്വേഷിക്കുന്നത് തന്നെ. അവിടെ പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? ഞാനാണ് പറയുന്നത്, ഞാൻ പറയുന്നു ശിവരാജ് പറഞ്ഞത് ശരിയായില്ല. അങ്ങനെ ശരിയാകുക? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്ന ഭാഗം വരരുതും. ഞാൻ എന്ന് പറയുന്നതാണ് പരിപൂർണമായിട്ടുള്ള സത്യം. സത്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, അല്ലേ? സത്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. ഞാനെന്ന് പറയുന്നതാണ് സത്യം, സത്യമാണ് ഞാൻ. അല്ല, ഞാൻ പറഞ്ഞൊരു ഭാഗമില്ല. ഇപ്പം ശിവരാജ് എന്തെങ്കിലും പറഞ്ഞാൽ ശിവരാജ് അങ്ങനെ പറഞ്ഞു, അങ്ങനെയല്ല കേൾക്കേണ്ടത്. ശിവരാജിലൂടെ നമ്മൾ കേൾക്കുന്നു, ഇത്രേ എടുക്കാവുള്ളൂ. ശിവരാജിലൂടെ കേട്ടു, സത്യത്തെ കേട്ടു, ഇത്രയേ ഉള്ളൂ. അത് ശിവരാജ് ഇങ്ങനെ പറഞ്ഞു, ശിവരാജ് അങ്ങനെ പറഞ്ഞു, ഇത് കൈ പിടിച്ചുകൊണ്ടിരുന്ന ശിവരാജ് പറഞ്ഞ കാര്യം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ശിവരാജ് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ എഴുതി വെച്ച് എന്നിട്ട് എല്ലാവരും നടന്ന് പറഞ്ഞു ശിവരാജ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ശിവരാജിനെ ക്രൂശ കയറ്റണം. എന്ത് കാര്യത്തിനാണ്? സത്യത്തെ കിട്ടുമോ? ശിവരാജാണോ സത്യത്തിൻ്റെ അടിസ്ഥാനം? അല്ല. എന്തുകൊണ്ടാണ്? ശിവരാജ് അല്ല സത്യത്തിൻ്റെ അടിസ്ഥാനം. സത്യം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കുന്നതാണ്, എല്ലാവരിലും ഉള്ളതാണ്. എല്ലാവരിലും ഒരുപോലെ നിൽക്കുന്നതാണ് സത്യം. ആരിലും പ്രത്യേകിച്ച് ചുണ്ണാമ്പ് തൊട്ട് കെട്ടിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു മഹാത്മാവില്ല, ഇല്ല. എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ് സത്യം. അവിടെ അതുകൊണ്ടാണ് നമുക്ക് സത്സംഗ് സാധ്യമാകുന്നത്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ആരെയും ടാർഗറ്റ് ചെയ്യണ്ട. അല്ല, ഇവിടെ എപ്പോഴും പെണ്ണിൻ്റെ ഭാഗത്തോട്ടാണ് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. പക്ഷെ സത്യത്തിലല്ല. പെണ്ണെന്ന് പറയുന്നത് പ്രകൃതിയുടെ കാലത്തിൻ്റെ ഭാഗം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പെണ്ണെന്ന് പറയുന്ന വ്യക്തി പെണ്ണാകത്തില്ല. ബിനി പെണ്ണല്ല. ഇവിടെ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് തെറ്റായിട്ടാണ്. ബിനി പെണ്ണല്ല, ബിനി ആത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ്. ആത്മാവിൽ ആണും പെണ്ണുമില്ല. ശിവരാജ് ആണല്ല, ഇവിടെയാണ് തെറ്റ്. ശിവരാജ് ആണല്ല. ഇവിടെ പേരുകൊണ്ട് ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടാക്കി വെച്ചു. അതാണ് കുഴപ്പം. ഈ സർവം മായ എന്നുള്ളതിൽ പ്രഭ ഇന്ദു അല്ലേ? പ്രഭ ഇന്ദു എന്നാണ്, കറക്റ്റാണ് അല്ലേ? പ്രഭ എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പ്രഭ പെണ്ണായിട്ടാണ് എടുക്കുന്നത് അല്ലേ? ഇന്ദു അതും പെണ്ണാണ്, പക്ഷേ ആണാണ്. ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും ചേർന്ന് വരാൻ വേണമെങ്കിൽ പ്രഭ ഗോപാലനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലേ?
അത് അങ്ങനെയാണ് വരേണ്ടത്. ഇത് നാമകരണം ചെയ്യുമ്പോൾ പേര് ഓക്കി ഇത് സ്ത്രീലിംഗമാണ്, ഈ വ്യക്തിയെ സ്ത്രീയാക്കുകയും പെണ്ണാക്കുകയും അങ്ങനെ സമൂഹം ആക്കുകയാണ് നമ്മളെ. നീ ആണാണ്, നീ ആണിൻ്റെ വേഷം കെട്ടി നടക്കണം, അങ്ങനെ നമ്മളെ പെടുത്തിയതാണ്. നീ ആണിൻ്റെ വേഷം കെട്ടണം, അത് പെണ്ണിൻ്റെ വേഷമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അഡ്രസ്സ് ചെയ്യരുത് അങ്ങനെ. ഒരിക്കലും ആണിനെയും പെണ്ണിനെയും വേർതിരിച്ച് അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കഷ്ടകാലം കൊണ്ടാണ്, അല്ലേ? കഷ്ടകാലം കൊണ്ടാണ്. കാരണം അവരടുത്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എന്നുവെച്ചാൽ ആത്മാവിൻ്റെ സ്വാധീനത്തിൽ അല്ല വ്യക്തി നിൽക്കുന്നത്, ആത്മാവിൻ്റെ സ്വാധീനത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ജഡത്തിൽ ഒരു പുരുഷൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ശരീരം എന്ത് ചെയ്യും? ശരീരം പ്രകൃതിയുടെ സ്വഭാവം കാണിക്കോടെ. അത് ശരീരം അങ്ങനെയാണ്, അതിലൊരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അത് അങ്ങനെ സംഭവിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആത്മബോധത്തിലെത്തണം. ആത്മബോധത്തിൽ മാത്രമേ ശരീരം അനുസരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ലൈംഗിക ഉത്തേജനം ഉണ്ടാവും. ഞാൻ ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും പറയണത്. ഞാനല്ല ഇഷ്ടപ്പെടുന്നത്, ശരീരമാണ് ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലേ? ഈ ഭാവം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എല്ലാവരും പറയണം ഞാൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവളെ ഇഷ്ടമാണ്. തെറ്റാണ്. ഞാൻ ഇഷ്ടപ്പെടരുത്, ഒരിക്കലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടരുതും. കാരണം എന്നിലുള്ളതല്ലത്, അത് ശരീരത്തിൻ്റെ മാത്രം സ്വഭാവമാണ്. ഞാൻ എന്തിനാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത്? അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ പൂർണ്ണനാണ്. പൂർണ്ണൻ എന്തെങ്കിലും കാരണവശാൽ ഇഷ്ടപ്പെടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ബിനിയെ ഇഷ്ടപ്പെട്ടു, ബിനിയൻ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും? ആകത്തില്ല, ഒരിക്കലും ശരിയാകത്തില്ല. അങ്ങനെ ഒരു ഭാഗം വരാൻ പാടില്ല. കാരണം അവിടെ ആ വ്യക്തി ഉണ്ട്, ആ വ്യക്തി പൂർണ്ണമായിട്ട് അവിടെ ഉണ്ട്. മറ്റൊരാളുടെ ഇഷ്ടത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ മാത്രം താല്പര്യത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. പ്രായപൂർത്തിയായ വ്യക്തിയാണ്. കുട്ടികളോട് നമുക്ക് പറയാം, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികളോട് നമുക്ക് പറയാം. എന്തിനാണ്? അവർക്ക് അവരോടുള്ള ഇഷ്ടം വരാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അവർക്ക് അവരിൽ ഇഷ്ടം വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് കുട്ടികളോട് മാത്രമേ പറയാവുള്ളൂ. പ്രായപൂർത്തിയായവരോട് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നൊരിക്കലും പറയരുത്. പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കുട്ടികളോട് മാത്രം. കാരണം അവർക്ക് ഈ കെയറിങ്, അവരെ തന്നെ കെയർ ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചാകാൻ കിടക്കുന്നവരോടും പറയണം നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തിൽ മരിച്ചു പോകും. അത് അങ്ങനെയാണ് അവർ മരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ മരിക്കത്തില്ല. പല ആൾക്കാരും മരിക്കാതെ കിടക്കുന്നവരുടെ അടുത്ത് നമ്മൾ എന്നുവെച്ചും നമ്മളൊന്ന് പറഞ്ഞാൽ മതി, നിന്നോട് എനിക്ക് പരിപൂർണമായിട്ടുള്ള സ്നേഹമാണ്, നിന്നോട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല, താല്പര്യമാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു പോകും. കാരണം മരിക്കാതെ കിടക്കുകയാണ് അവർ, കഷ്ടപ്പെട്ട് കിടക്കുകയും. കാരണം ആരോടും അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല. ഇഷ്ടം എന്താണ്, സ്നേഹം എന്താണ് എന്ന് പരിപൂർണമായിട്ട് അറിയാത്തതുകൊണ്ട് ചിലവരൊക്കെ പ്രായം കൂടി കിടന്ന് എന്തെല്ലാം കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ഇവരെങ്ങനെയെങ്കിലും മരിക്കട്ടെ എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ തുറന്നു പറയാനുള്ള കെൽപ്പില്ല. വീണ്ടും ഉയർന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുകയും. കാരണം അവരുടെ ആത്മാഭിമാനം, സമൂഹത്തിലുള്ളവരുടെ അംഗീകാരത്തിന് കോട്ടം വരാതിരിക്കാൻ, അല്ലേ? പക്ഷെ ശരിക്കും നമ്മൾ എന്നുവെച്ചും നിങ്ങളോട് എനിക്കിഷ്ടമാണ്, യാതൊരു അഭിപ്രായ ഭിന്നതയുമില്ല, സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ അവരപ്പം മരിച്ചു പോവും. മരിക്കേണ്ടവരാണെങ്കിൽ അത്രയേ ഉള്ളൂ. അവർ മരിക്കട്ടെന്നേ. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർ, പ്രായമായി വാർദ്ധക്യമായി, അവർക്ക് എന്തിനാണ് കൊണ്ടുപോയി ICUവിൽ കൊണ്ടുപോയിട്ട് വെന്റിലേറ്ററിൽ വിട്ട് കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാണ്? വല്ല ആവശ്യമുണ്ടോ? ശരീരമൊക്കെ കുത്തി വിടണം, വെന്റിലേറ്ററിൽ കൊണ്ടുപോയിട്ടണമെങ്കിൽ മുറിവേൽപ്പിച്ച് പ്രായം 10, 80, 90 വയസ്സ് എഴുന്നേറ്റ് നടക്കാൻ മേലെ യാതൊരു കാരണവശാലും ഒരു അവസ്ഥയില്ല. പിന്നെയും കാശ് മുടക്കി കൊണ്ടുപോയി ചെന്ന് സ്നേഹത്തോടുകൂടി അവരുടെ അടുത്ത് സ്നേഹത്തോടുകൂടി, ഉള്ളിലൊരു വിഷമോ ഇല്ലാതെ, എങ്ങനെ ഉള്ളിൽ വിഷമമൊന്നും ഉണ്ടാകാതെ അവരുടെ അടുത്ത് ചെന്ന് തലയെ തട്ടി കൊള്ളാം, സന്തോഷം, സ്നേഹം എന്ന ഐക്യത്തിലാണ് എന്ന് പറഞ്ഞാൽ മതി. മിക്കവരും മരിച്ചു. വാർദ്ധക്യത്തിൽ ഈ കട്ടറയെ കിടന്ന് പാടുവിടുന്നവർ
മിക്ക ആൾക്കാർ ഇങ്ങനെ കോമയിൽ കിടക്കുന്ന ആൾ മരിക്കാനാണ് അനുവദിക്കേണ്ടത്, അല്ലാണ്ട് അവരെ പിടിച്ചു കെട്ടരുത്. അങ്ങനെ മരിക്കാൻ പറ്റുന്നില്ല അവർക്ക്, അല്ലേ? ഇതുപോലെ ഇനിയിപ്പം കിടക്കപ്പായ കിടക്കുന്നവരല്ല, നടക്കുന്നവരില്ലേ, വിഷമം കൊണ്ടു നടക്കുന്നവർ, വിഷമം കൊണ്ടു നടക്കുന്നവർ, ഭയങ്കര ദുഃഖത്തിൽ നടക്കുന്നവർ നമ്മൾ ചേർത്തെടുത്തിട്ട് കുഴപ്പമില്ല, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, നിന്നോട് എനിക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ തീർന്ന്. ഇത്രയേ ഉള്ളൂ പല ആൾക്കാരുടെയും വിമിഷ്ടങ്ങൾ. ഒന്ന് ചേർത്ത് നിർത്തിയാൽ. പക്ഷെ ആണ് പെണ്ണിനോട് പറഞ്ഞാൽ ഉടനെ അവർ ധരിക്കുന്നത് എന്താണ്? ഓ, ഇയാൾ കാമത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നേരെ പോകുന്ന ചിന്ത അങ്ങോട്ടാണ്. കാരണം അത്രയും ദുർബലമാണ്, അല്ലേ? എനിക്ക് ബിനിയോട് ഞാൻ പറയുന്നു, ബിനി മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് കേട്ടാ, എന്ന് പറഞ്ഞാൽ ബിനി അവിടെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഓപ്പൺ ഡയസിൽ പറയാൻ പറ്റുന്നത്. രമയോട് പറയാം, കാരണം രമയുടെ പ്രായം അങ്ങനെയാണ്, ബിനിയുടെ പ്രായം അങ്ങനെയല്ല. ഇത് പ്രായം വെച്ചിട്ടാണ് പറയുന്നത്. എന്തേ പറയാൻ പാടില്ലാത്ത എല്ലാവരോടും പറയാം. എനിക്ക് പറയാം, ഞാൻ ബിനിയോടും പറയും, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് ബിനിയെ ഇഷ്ടമാണ്, ബിനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ മുത്താണ്, തേനാണ്, പാലാണ്, ഒരു കുഴപ്പമില്ല. എന്താ കാരണം? എന്താ കാരണം? സത്യസന്ധമായിട്ടാണ് പറയുന്നത്, ബിനിയെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഒരു കുറവില്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? കൃത്യമായിട്ട് അറിയണം. എവിടെയാണ് പറയേണ്ടത് കൃത്യമായിട്ട് അറിയണം. ബിനിക്ക് മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനാണ് ബിനിയെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത്? കാരണം ബിനിയിൽ മാനസിക അസ്വസ്ഥത പ്രകടമാകുന്നില്ലെങ്കിൽ ബിനിക്കറിയാം ബിനിയെ മാനേജ് ചെയ്യാൻ. കൃത്യമായിട്ട് അറിയണം എവിടെയാണ് നമ്മൾ ഒരാളോട് ഇഷ്ടമാണെന്ന് പറയേണ്ടത്. ആ വ്യക്തിക്ക് മാനസിക അസ്വസ്ഥത തന്നെത്താൻ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല, അപ്പോഴാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ പറയണം, സാരമില്ല സുഹൃത്തെ, മോനെ, കുട്ട, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, മോളെ, നീ എൻ്റെ ചങ്കാണ്, ഹൃദയമാണ്. അപ്പോൾ അവർ തെറ്റിദ്ധാരണകളൊക്കെ വരും. പെണ്ണാണെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിക്കും, കൂട്ടുമെന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടാകും. സാരമില്ല, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാനേജ് ചെയ്യും. അതിനൊന്നുമല്ല. തെറ്റിദ്ധാരണ സങ്കല്പങ്ങളൊക്കെ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് വരും. പക്ഷേ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാം. പലവരും ചിലപ്പോൾ കാശ് ചോദിക്കും. ചോദിച്ചോട്ടെ. നമ്മൾ കൂട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് എന്ന് പറയും. ചിലവർക്ക് കാശാണ് വേണ്ടത്, അപ്പോൾ അവർ കാശ് ചോദിക്കും. നമ്മുടെ കാശ് കൊടുക്കാനുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കാശ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് ചിലവർ ബന്ധങ്ങൾ ഒഴിവാക്കും. അതെ, ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് പോകും എന്ന് വിചാരിച്ച് ചിലർ ബന്ധങ്ങൾ ഒഴിവാക്കും. അവരുടെ കൈവശമില്ല, കൈവശം ഉണ്ടാക്കി വെച്ചിട്ടല്ല നമ്മൾ സഹകരിക്കേണ്ടത്. നമ്മുടെ കൈവശം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൻ്റെ ഭാഗത്തല്ല നമ്മൾ സഹകരിക്കേണ്ടത്. കൈ എപ്പോഴും ശൂന്യമായിരിക്കണം. നമ്മുടെ കൈ എപ്പോഴും ശൂന്യമായിരിക്കണം. അങ്ങനെയാണ് നമ്മുടെ സഹകരണം. ഒരിക്കലും കയ്യിലൊന്നും ഉണ്ടാകരുത്. ശൂന്യ കൈയുമായിട്ട് പോകുന്നവന് ഒരാശയവുമില്ല, അല്ലേ? ഒരാശയവുമില്ല, എന്നിലൊരു അറിവുമില്ല. പിന്നെന്തുണ്ട്? അനുഭവത്തിൽ മാത്രമാണ്, അല്ലേ? അനുഭവത്തിൽ മാത്രമാണ് നമുക്ക് എല്ലാവരുമായിട്ട് സഹകരിക്കാം, അല്ലേ? ഒരു പ്രശ്നവുമില്ല, ഒരു സംശയവും വേണ്ട, അല്ലേ? എല്ലാവരുമായിട്ട് സംസാരിക്കാം, സഹകരിക്കാം, എങ്ങനെ വേണേലും. അതെ, ഒരു കുഴപ്പമില്ല. ഇപ്പം രമയായിട്ട് ഒരുമിച്ച് കിടന്നുറങ്ങി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? രമയായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങി. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾ മാറണം. രമയായിട്ട് ഒരുമിച്ച് കിടന്നുറങ്ങി, യാതൊരു പ്രശ്നവും ഇല്ല. രമ കല്യാണം കഴിച്ചാണ്, രമയുടെ ഭർത്താവ് ദിലീപാണ്, അതെല്ലാം ക്ലിയറാണ്. രമയായിട്ട് ഒരുമിച്ച് കിടന്നുറങ്ങി, സുഭാഷനും രമയും കൂടി ഒരുമിച്ച് കിടന്നുറങ്ങി. എന്താ പ്രശ്നം? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഞാൻ എന്ന് പറയുന്ന അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ ജെൻഡർ ഡിഫറൻസ് ഇന്നേ വരെ പ്രോപ്പറായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. രമ പെണ്ണല്ല, രമ ആത്മാവിലാണ് നിൽക്കുന്നത്, ഞാനും അതേ ആത്മാവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുമയുണ്ട്, അതുകൊണ്ടാണ് ഒരുമ.
ഇതിവിടെ പേരിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് രമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് പെണ്ണാണെന്ന്. അങ്ങനെ കേൾക്കരുതും, അങ്ങനെ പേരിടരുതും, അങ്ങനെ പേരിടരുതും. ഇത് പേരുകൊണ്ട് ഓ ഇത് ആൺകുട്ടിയാണെന്ന് എല്ലാവരും അറിയണം, എല്ലാവർക്കും മെസ്സേജ് കൊടുക്കുക ഇത് ഇന്നതാണ്. അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാത്തിനും ഐഡൻറ്റിഫൈ ചെയ്യുകയല്ല. പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 10 വർഷം മുമ്പ്, ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് ഞാൻ യാദൃശ്ചികമായിട്ട് കാണാനിടയായി. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ നീ ആരാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആരുമല്ല. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ 25 വർഷമായിട്ട് ആർട്ടിക്കിൾ കിടന്ന് റിസർച്ച് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് നീ പറയുന്നത്. നീ എൻ്റെ കൂട്ടത്തിലല്ലേ നിൽക്കുന്നത്, പിന്നെ സംസാരിക്കാതിരിക്കാൻ എന്താ മാർഗം? നമ്മൾ കൂടുമ്പോൾ ആ ഇൻഫർമേഷൻസ് പാസ് ചെയ്യും, ഒരു സംശയവും വേണ്ട. പുള്ളി ഇങ്ങനെ അന്തം വിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ. നമ്മൾ പരിഭ്രമരാകണ്ട, കാരണം അന്തം വിട്ടു പോകും. കാരണം ആ അന്തം ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് അന്തം വിട്ടു പോകും. കാരണം അന്തം ഉണ്ടാക്കാൻ നോക്കണ്ട, കാരണം ജീവൻ ഒരിക്കലും അന്തം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി ആദ്യമില്ല അന്ത്യവും ഇല്ലാത്ത എൻ്റെ സഹകരണത്തിലൂടെ മാത്രമാണ്. ഒന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കരുത്. രമ ആരാണ്, എന്താണ്, ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. രമ ആരാണ്? രമ ഇത്തരക്കാരിയാണ്, പ്രകാശ് ഇത്തരക്കാരനാണ്. പ്രകാശിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കെന്ത് കിട്ടാനാണ്? കഷ്ടകാലമേ കിട്ടത്തുള്ളൂ. കാരണം പ്രകാശമുണ്ട് ഇവിടെ, നിരന്തരമുണ്ട്. പിന്നെ പ്രകാശിനെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ചത്തു. എന്നിൽ പ്രകാശമായിട്ടുള്ള ബന്ധം അവിടെ ചത്തു. ഇത് ചെയ്യരുത് ഒരിക്കലും. ആരെയും കൊല്ലരുത്. എൻ്റെ അപ്പൻ ആരാണ്, എൻ്റെ അമ്മ ആരാണ്, എല്ലാവരും എനിക്കറിയാം. എൻ്റെ ഭാര്യയാണ് എനിക്കറിയാം, എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം. അങ്ങനെ വിലയിരുത്തരുത്. അല്ല, അങ്ങനെ ഒരിക്കലും വിലയിരുത്തരുത്. അങ്ങനെ വിലയിരുത്തിയാൽ നമുക്ക് സഹകരണം സാധ്യമല്ല. സാധ്യമല്ല. ഒരു സ്ത്രീ എന്നെ കെട്ടിപ്പിടിച്ചു, ഇങ്ങനെയാണ് കാണുന്നത്. ഒരു വ്യക്തി എന്നെ കെട്ടിപ്പിടിച്ചു, ഒരു കുഴപ്പമില്ല. എങ്ങനെ കെട്ടിപ്പിടിച്ചാലും അതെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അവിടെ യോനി ചിലപ്പോൾ നമ്മുടെ ലിംഗത്തെ വളരെ പ്രഷറിൽ ചിലപ്പോൾ മുട്ടിയിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ല, ഒരു ലിംഗോത്തേജനം ഉണ്ടാകത്തില്ല. മനസ്സിലായി? ഇവിടെ എന്താ കിടന്ന് പാടുപിടിയൻ. ഒരു പെണ്ണ് നമ്മളൊന്ന് കെട്ടിപ്പിടിച്ചാൽ എനിക്ക് ലിംഗോത്തേജനം ഉണ്ടാകാതിരിക്കാൻ അവൾ ചിലപ്പം വലിഞ്ഞു മുറുകി കെട്ടിപ്പിടിക്കും. ആത്മാർത്ഥതയുള്ള ഒരു സ്ത്രീ അല്ലെ ഒരു വ്യക്തി നമ്മളെ വലിഞ്ഞു മുറുകി കെട്ടിപ്പിടിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റവും ഉണ്ടാകരുത്. അതെ, അതാണ് വ്യക്തി. പണ്ടൊരു ഗ്രൂപ്പ് സന്യാസിമാർ അമേരിക്കയിൽ ചെന്നു. അവിടെ ഒരു ചെറുപ്പക്കാരനായ സന്യാസിയെ ഒരു മദാമ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഈ സന്യാസി ഈ മദാമനെ ഒറ്റ തള്ളു കൊടുത്തു. എന്തുകൊണ്ട്? തള്ളുകൊടുത്ത് പോയി വീണ് തലപൊട്ടി, വലിയ കേസായി. കഥയാണ് കേട്ടോ, ഞാൻ കേട്ടതാണ്. നേരാണെന്ന് ഉണയണമെന്ന് എനിക്കറിയത്തില്ല. സന്യാസി എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. സന്യാസി എന്ന് വെച്ചാൽ എന്താണ്? ആ ശരീരത്തെ കീഴ്പ്പെടുത്തിയവനാണ്. പക്ഷെ ആത്മാവിൻ്റെ ബോധത്തിൽ ശരീരം നിൽക്കുന്നവൻ, അതാണ് സന്യാസി. കാലത്തെ അതിജീവിച്ച് അനുഭവത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ. അങ്ങനെ ആയിരിക്കണം. എന്നാലേ വ്യക്തിയായിരിക്കണം. ഓരോ വ്യക്തിയും സന്യാസിയായിരിക്കണം. അല്ലാണ്ട് സന്യാസിമാർ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. വേഷം കൊണ്ട് സന്യാസിയായിട്ട് വല്ല കാര്യമുണ്ടോ? അനുഭവം കൊണ്ടായിരിക്കണം. നമ്മൾ സന്യാസിമാർ കാഷായ വേഷം ധരിച്ചാൽ നമ്മളിപ്പോൾ എവിടെ ചെന്നാലും നമ്മളെ സ്വാമി എന്ന് വിളിക്കുന്നൊരു ഭാഗമുണ്ട്. അവരങ്ങോട്ട് ലേബൽ ചെയ്തിരിക്കും. കാരണം എന്താണ്? നമ്മളൊരു മുണ്ടും മേത്ത് വസ്ത്രവും ഇല്ലാത്തതുകൊണ്ട് സന്യാസി സ്വാമിമാരാണ്. ഇനി കാഷായ വസ്ത്രമാണ് ധരിച്ചു പോകുന്നതെങ്കിൽ സന്യാസി എന്ന് വിളിക്കും. ഒരു സംശയമില്ല. കാരണം ലേബലിംഗ് ആണ് മുഴുവനും, അല്ലേ? അവിടെയാണ് അപകടം. ലേബൽ ചെയ്യരുത്. ഒന്നിനെ ലേബൽ ചെയ്യരുത്. അപ്പോൾ നമുക്ക് സർവ്വരഹസ്യങ്ങളും ഇതിനെന്താ വേണ്ടത്? ഒരൊറ്റ ഭാഗം, നിരന്തരമായിട്ടുള്ള ഒരു അനുഭവം വേണം. നിരന്തരമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടാണ് എക്സ്പാൻഷനും കോൺട്രാക്ഷനും. ഓരോ വ്യക്തിയും അവരവരുടെ സാധന എന്താണെന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ സാധനയിലാണ്, എൻ്റെ സാധന എന്താണ്? എക്സ്പാൻഷനും കോൺട്രാക്ഷനുമാണ്. ഇതാണ്.
ഇപ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ഒരു സാധനാ പ്രക്രിയ, അതൊരു സാധനാ പ്രക്രിയയാണ്. അതൊരു വ്യക്തി മുസ്ലിം ആകുന്നില്ല, വ്യക്തി മുസ്ലിം ആകത്തില്ല, ഒരു സാധനാ പ്രക്രിയയാണ്. ക്രിസ്ത്യാനിറ്റി ഒരു സാധനാ പ്രക്രിയയാണ്. ഹിന്ദുയിസം ഒട്ടനവധി സാധനയുള്ളതാണ്. എന്താണ് ഹിന്ദുയിസം? ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള അന്തരം എന്താണ്? ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഒരൊറ്റ സാധനയേ ഉള്ളൂ. ഹിന്ദുയിസത്തിൽ ഒട്ടനവധി സാധനാ പ്രക്രിയകളുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രയേ ഉള്ളൂ. ഈ 3 മതങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ 3 മതത്തിൻ്റെ വ്യത്യാസം എന്താണ്? ഒന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സാധന, ഇസ്ലാം എന്ന് പറയുന്ന വേറൊരു സാധന. ഹിന്ദുയിസത്തിൽ ഒട്ടനവധി സാധനകളുണ്ട്, ഒട്ടനവധി സാധനങ്ങളുണ്ട്. വ്യക്തിക്ക് ഉണരാൻ വേണ്ടിയിട്ട് ഉള്ള ആയിരക്കണക്കിന് സാധനങ്ങളുണ്ട് ഹിന്ദുയിസത്തിൽ. അതുകൊണ്ട് ഇത് ശ്രേഷ്ഠമാണ് അത് ശ്രേഷ്ഠമല്ല എന്നൊന്നുമില്ല. ഏത് സാധന ചെയ്താലും വ്യക്തിക്ക് കിട്ടേണ്ടത് കിട്ടും. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോറ് കഴിച്ചവനാണ്, ഞാൻ ചോറ് കഴിച്ചവനാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും നടക്കാറുണ്ടോ? ഞാൻ പാസ്റ്റ കഴിച്ചു, ഞാൻ ബർഗർ കഴിച്ചു, ആയിക്കോട്ടെ. ഞാൻ ഇറച്ചി കഴിച്ചു, ആയിക്കോട്ടെ. ഞാൻ പച്ചക്കറി കഴിക്കുന്നുള്ളൂ, ആയിക്കോട്ടെ. ഐ ആം എ വെജിറ്റേറിയൻ. എന്ത്? അങ്ങനെയില്ല. ഐ ആം നോട്ട് എ വെജിറ്റേറിയൻ. ഇത് തന്നെത്താൻ പറയൻ. ഐ ആം എ വെജിറ്റേറിയൻ, ഐ ആം എ വീഗൻ, ഐ ആം എ ഡോക്ടർ. നോ, യു കനോട്ട് ബി എ ഡോക്ടർ. നോ, നെവർ ക്യാൻ ബി. ഒരിക്കലും ഒരു വ്യക്തി ഡോക്ടർ ആകത്തില്ല, ആകാൻ പറ്റത്തില്ല. അതൊരു സ്കില്ലാണ്, അല്ലേ? അതൊരു സ്കില്ലാണ്. ഒരു വ്യക്തി സയൻറ്റിസ്റ്റ് ആകുന്നില്ല, ഒരു വ്യക്തിയല്ല ശാസ്ത്രജ്ഞനാകുന്നത്. വ്യക്തി എന്നും ആത്മാവിൻ്റെ ബോധത്തിലാണ്, ആത്മാവിൻ്റെ ബോധത്തിലാണ്. അത്രയേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരും ആണാണ്, പെണ്ണാണ്, അച്ഛനാണ്, അമ്മയാണ്. അമ്മ അച്ഛനൊക്കെ തീരണം. ഒരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ തന്മക്കളും തന്നോളമായാൽ താനെന്ന് കരുതുകയല്ല, താനെന്ന് അനുഭവിക്കണം. ഇത് പുസ്തകം വായിച്ചിട്ടുള്ള അപകടങ്ങളാണ്. പുസ്തകം ഒരു 30 വയസ്സായി എന്നിട്ടും പുസ്തകം മാറ്റി വെക്കാൻ പറ്റുന്നില്ല. 50ആയി, 60ആയി, 70ആയി. നമ്മളിൽ അനുഭവം വരുമ്പോൾ നമ്മൾ പുസ്തകം എഴുതി കൊടുക്കണം, അല്ലേ? നമ്മൾ പുസ്തകം വായിക്കില്ല, പുസ്തകം എഴുതി കൊടുക്കണം, അല്ലേ? 50, 60ഒക്കെ ആകുമ്പോൾ പുസ്തകം എഴുതി കൊടുക്കാം. പിന്നെ അടുത്തത് എന്ത് കൊടുക്കാം? അടുത്തത് അനുഭവം കൊടുക്കാം, അല്ലേ? പുസ്തകം കഴിഞ്ഞാൽ, പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് എന്താണ്? അടുത്ത സാധ്യത അടുത്തുള്ളവർക്ക് അനുഭവം കൊടുക്കാം, അല്ലേ? അത്രയേ ഉള്ളൂ. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തോട്ട് വേറെ വല്ലതും വേണം? അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ നിത്യതയുടെ ഭാഗത്തായി കഴിഞ്ഞില്ലേ? ആശ്വാസം. രോഗമില്ല, അനുഭവത്തിൽ രോഗമില്ല. അനുഭവത്തിൽ രോഗം ഉണ്ടാകില്ല, ഒരിക്കലും ഇല്ല. വളരെ സിമ്പിളാണ്. അതുകൊണ്ടാണ് നമ്മൾ മിക്സി മാറ്റി വെച്ചിട്ട് കല്ലയിലിട്ട് മാവ് ആട്ടിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ്? സമയത്തെ പരിചയപ്പെടാനാണ്. ഇതൊരു യാഗമാണ്, അല്ലേ? അരി ആട്ടുന്നത്, കല്ല് വെച്ച് അരി ആട്ടിയെടുക്കുന്ന ഒരു യാഗമാണ്, തപസ്സാണത്. തപസ്സാണ്. എന്തിനോടുള്ള തപസ്സാണ്? സമയത്തിനോടുള്ള തപസ്സാണ്. സാവകാശം. സമയവുമായിട്ട് എവിടെയാണ് ശരീരം പൊരുത്തപ്പെട്ടിരിക്കുന്നത്? സാവകാശം, കാലവുമായിട്ടുള്ള തപസ്സാണ് അവിടെ നടക്കുന്നത്. സമയം, കാലം പ്രത്യക്ഷപ്പെടണം, അല്ലേ? സമയം പ്രത്യക്ഷപ്പെടണം, അല്ലേ? മാറ്റത്തെ സൂക്ഷ്മമായിട്ട് പരിചയപ്പെടണം. മിക്സിയിൽ അരച്ച്, മൈക്രോവേവിൽ വെച്ച്, പിന്നെ ഇതൊന്നും വേണ്ട. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ ഫുഡ് വീട്ടിൽ വന്ന്. പിന്നെ എന്താ? പിന്നെ എവിടെയാണ് ആരെ പരിചയപ്പെടാൻ പോണത്? പിന്നെ സങ്കല്പത്തെയാണ് പരിചയപ്പെടുന്നത്. അപകടം നോക്കണം. വേഗത കൂടുന്തോറും, നമ്മൾ വേഗത കൂട്ടുന്തോറും നമ്മളുടെ ക്ഷീണം കൂടും. നമ്മളുടെ ക്ഷീണം കൂടും, നമ്മളിൽ പരിഭ്രമം കൂടും. നമ്മുടെ പ്രവർത്തനം സാവകാശമാക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ മൂല്യവുമായിട്ടുള്ള ബന്ധത്തിൽ ഉണരും. നമ്മുടെ പ്രവർത്തനങ്ങൾ സാവകാശമാക്കുമ്പോൾ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ബന്ധത്തിൽ, അനുഭവത്തിൽ ഉണരും. അപ്പം തർക്കമില്ല. ആരാ തർക്കിക്കുന്നത്? സങ്കല്പത്തിൽ ഇരിക്കുന്നവരാണ് തർക്കിക്കുന്നത്. എന്തുകൊണ്ടാണ് തർക്കിക്കുന്നത്? സങ്കല്പത്തിലാണ്. വ്യക്തി മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഭാവത്തിലോട്ട് എത്തിയിട്ടില്ല, അനുഭവത്തിലോട്ട് എത്തിയിട്ടില്ല. ഭാവങ്ങളിലാണ്, സങ്കല്പത്തിലാണ്, വിഭ്രാന്തിയിലാണ്, അല്ലേ? ഇത് നമ്മളാണ് ഇരുന്ന് സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നില്ല.
ഇവിടെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് പ്രസക്തിയില്ല. ഇല്ല, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ഐഡന്റിഫൈ ചെയ്താൽ അപകടമാണ്. മാറ്റത്തെ മാത്രം അവിടെ അനുഭവത്തിലാണ്. അപ്പോൾ പ്രകാശ് സംസാരിക്കുന്നു, രമ സംസാരിക്കുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇത്രയും നേരം സംസാരിച്ചു, അങ്ങനെയില്ല, അങ്ങനെ ഒരു ഭാഗം വരുന്നില്ല. കാരണം പ്രവർത്തിക്കാനുള്ള ഭാഗത്തിന് കൃത്യമായിട്ടുള്ള തുടർച്ചയുണ്ട്, അല്ലേ? ആ തുടർച്ച, അതുകൊണ്ടാണ് ആ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയിൽ വരുമ്പോൾ ഉറങ്ങാനുള്ള സമയം വരും. അപ്പോൾ ഉറങ്ങണം. മലമൂത്ര വിസർജനം അപ്പോൾ വിസർജിക്കണം. കൃത്യമായിട്ട് ഇൻഡിക്കേഷൻ കിട്ടുവേ, വെച്ചുകൊണ്ടിരിക്കരുത്. മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ തന്നെ മൂത്രം ഒഴിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും? നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും, അല്ലേ? നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ ഒരുപാട് ദോഷം ഉണ്ടാകും. യൂറിനറി ഇൻഫെക്ഷനൊക്കെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ടും മൂത്രം ഒഴിക്കാതിരിക്കുന്നുണ്ടാണ്. വയറ്റിൽ നിന്ന് പോകേണ്ട സമയമാകുമ്പോഴും വയറ്റിൽ നിന്ന് പോകാതെ പിടിച്ചു വെച്ച്, കാരണം ടൈം ടേബിളല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? റീകണ്ടീഷൻ ചെയ്തു. നമ്മളെല്ലാം ജോലി അധിഷ്ഠിതമാക്കി ശരീരത്തിൻ്റെ ജൈവാവസ്ഥ ജീവിക്കുന്ന ഭാഗത്തെ തെറ്റിച്ചു. ഒരു വ്യക്തി 4 മണിക്കൂർ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യണം. അവിടെയൊന്നും നമുക്ക് ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല, ഇല്ല. അവിടെ എന്ത് ചെയ്തു? എല്ലാം പിടിച്ചു വെച്ചു. ബസ് യാത്ര, ദീർഘദൂരമുള്ള യാത്ര, ഇടയ്ക്കൊന്ന് വയറ്റിൽ നിന്ന് പോകണം, മൂത്രമൊഴിക്കാൻ പോകണം, ഇല്ല, സൗകര്യമില്ല, സൗകര്യമില്ല. കൃത്യമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് ബസ്സിൻ്റെ ജേണി എങ്ങനെയായിരിക്കണം? ഇത്ര ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലമൂത്ര വിസർജനത്തിനുള്ള സാവകാശം കൊടുത്തു വേണം യാത്ര ചെയ്യാൻ. അല്ല, ഇത് അങ്ങനെയല്ല ഇവിടുത്തെ യാത്രകളൊന്നും. തിരുവനന്തപുരം പോകണമെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയാൽ മാത്രമേ നിർത്താൻ പറ്റത്തുള്ളൂ, അല്ലേ? ശരിയല്ല. അത് നമ്മുടെ ബോഡി സിസ്റ്റത്തിന് ദോഷം ചെയ്യുന്നതാണ്. ഇത് ഇത്രയും കാലമായിട്ട് അറിയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പരാജയം. അറിയേണ്ട കാര്യം എന്താണ്? ആദ്യം അറിയേണ്ട കാര്യം എന്താണ്? മലമൂത്ര വിസർജനം. കാരണം എന്താണ്? വിസർജിക്കുക. കാരണം ബോഡിയിൽ നിന്ന് ആ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് എടുക്കേണ്ടത് എടുത്തു കഴിഞ്ഞു. പിന്നെ അത് റിജക്ഷനാണ്. പിന്നെയും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തു പറ്റും? ഇതിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ അബ്സോർവ് ചെയ്യാൻ തുടങ്ങും. അതെ, വെച്ചുകൊണ്ടിരിക്കരുത്. ഭയങ്കര നാശം ബോഡിയിൽ, ശരീരത്തിൽ. മലം പോകേണ്ട സമയത്ത് പോയില്ലെങ്കിൽ വേർപ്പ് നാറ്റം, വ്യത്യസ്തമായ രീതിയിലുള്ള വേർപ്പ് നാറ്റം, ഈ പറഞ്ഞ ശരീരത്തിൻ്റെ സെക്രിയേഷൻസ് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ആദ്യം അറിയേണ്ട ഇതാണ്. ആദ്യം നമ്മൾ വാതൊട്ട് മലദൂരം വരെയുള്ള 10-30 അടി ദൂരം സഞ്ചരിക്കുന്ന ആഹാരത്തിനോടൊപ്പം നമ്മളുണ്ടാകണം. അതിനൊപ്പം അനുഭവത്തിനുണ്ടാകണം. കൃത്യമായിരിക്കണം. അത് ചേർന്ന് നിൽക്കണം. അതുകൊണ്ടാണ് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വേഗത കൂട്ടി ചെയ്യരുത്. കാരണം കഴിക്കുന്ന ഭക്ഷണമാണല്ലേ, അത് ഭയങ്കര ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കുറേ സാധനങ്ങൾ, സോസോ അതും ഇതൊക്കെ വാരി വലിച്ചിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിയാ? അല്ല, ഭക്ഷണത്തോടൊപ്പം ചേർന്ന് നിൽക്കണം. എന്താണ് ഈ ഭക്ഷണത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം? കാരണം നമ്മുടെ അനുഭവത്തിൻ്റെ ഒപ്പത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് അമ്മയുടെ മുലപ്പാല്, അമ്മയുടെ അനുഭവമാണ് ഭക്ഷണം. എന്താണ് ഭക്ഷണം? അമ്മയുടെ അനുഭവമാണ് ഭക്ഷണം. അമ്മ തന്നെയാണ്. അപ്പോൾ ഭക്ഷണം ഒരു അനുഭവമാണ്. വളരെയേറെ ഏറ്റവും കൂടുതൽ കാല് തൊട്ട് വന്നിക്കേണ്ട ഭാഗമല്ലേ അവിടെ? കാല് തൊട്ട് വന്നിക്കേണ്ട ഭാഗമാണ് ആഹാരം, അല്ലേ? ഇത് മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം പാക്കറ്റിൽ പൊടിച്ച് വെച്ചിരിക്കുക. അതൊന്നും മുളക് പൊടിയൊന്നും അതിനകത്തില്ല. അതുകൊണ്ട് എന്താണ്? അത് കൃത്രിമമായിട്ടുള്ള എരിവിനുള്ള സാധനങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. ഫ്ലേവേഴ്സാണ് അത് മുഴുവനും. അതിൻ്റെ ഫ്ലേവേഴ്സ് മാത്രമേ ഉള്ളൂ. മുളക് പൊടിച്ചെടുത്താലാണ് മുളക് പൊടി എന്താണെന്ന് അറിയത്തുള്ളൂ. മുളക് പൊടി എന്താണെന്ന് എരിവുണ്ടാകും, ഭയങ്കര എരിവുണ്ടാകും. പക്ഷെ അതിനകത്ത് മുളകുണ്ടാകില്ല. എരിവല്ല വേണ്ടത്, മുളകാണ് വേണ്ടത്. അല്ല, എരിവല്ല വേണ്ടത്, മനസ്സിലായി? മുളകിന് മുളക് തന്നെ വേണം. കാന്താരി മുളക്, ഒരു കാന്താരി മുളക് കടിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു പച്ച കാന്താരി മുളക് നിങ്ങൾ കടിച്ചാൽ നിങ്ങളുടെ ബോഡി അപ്പം ഫുൾ ആക്റ്റീവ് ആകും. അതെ, അടിമുടി ആക്റ്റീവ് ആകും. അതെ, കാന്താരി മുളക് ബോഡിയിലുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ അപ്പം കൂട്ടും. കാരണം എരിവ് കഴിച്ചാൽ കൂടത്തില്ല.
എരിവ് കഴിച്ചാൽ വാ കിടന്ന് കത്തത്തേ ഉള്ളൂ. അല്ലാണ്ട് ശരീരത്തിൽ കാന്താരി മുളക് കടിച്ചാൽ, നല്ല കാന്താരി മുളക് കടിച്ചാൽ കിട്ടുന്ന അനുഭവം കിട്ടത്തില്ല. അതിന് വെറുതെ എരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ വീർത്തും. മല്ലി അല്ല, മല്ലിയൊക്കെ പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലി, ഉലുവ, കായം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. അനുഭവിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ കായമെടുത്താൽ കായത്തിൻ്റെ സ്മെല്ലുണ്ടാകും, നമ്മുടെ ബോഡിയിൽ അറിയാം. ഇത് എന്തെടുത്താലും നമുക്ക് ഫ്ലേവർ, വാസന മൂക്കിൻ്റെ അഗ്രഭാഗത്ത് മാത്രമേ ഉള്ളൂ, ശരീരത്തിലോട്ട് അനുഭവം പോകുന്നില്ല. ഈ ഫ്ലേവേഴ്സ് ഒന്നും മൂക്കിൻ്റെ അറ്റം കഴിഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല. കാരണം നമ്മുടെ ശ്രദ്ധ മൂക്കിൻ്റെ തുമ്പത്താണ്. കാരണം ദേഷ്യം മൂക്കിൻ്റെ തുമ്പത്താണെന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും മണം മൂക്കിൻ്റെ തുമ്പത്താണ്. അതിൻ്റെ ഉള്ളിലോട്ട് അനുഭവത്തിലോട്ട് എത്തുന്നില്ല. നമ്മളിവിടെ പറയുന്നു കുറച്ച് പേരല്ലേ ഇത് കേട്ടോളൂ. അങ്ങനെയില്ല. ഇതെല്ലാവരും, ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഇത് കേൾക്കും. എന്തുകൊണ്ടാണ്? കാരണം ഇതൊന്നും മാത്രം എന്നും അവിടെയുണ്ട്. ഇത് കേൾപ്പിക്കാൻ നോക്കണ്ട. കാരണം ഇത് കേട്ടേ പറ്റത്തുള്ളൂ. എന്ത് കേട്ടേ പറ്റത്തുള്ളൂ? സമാധാനം. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ സമാധാനത്തിലാണോ എന്ന് പരിശോധിച്ചാൽ കേൾക്കേണ്ടത് കേൾക്കാൻ തുടങ്ങും. അപ്പം തന്നെ എവിടെ ഏത് വ്യക്തി സമാധാനത്തെ ആഗ്രഹിക്കുന്നു അപ്പം കേൾക്കേണ്ട കാര്യം കേൾക്കും. അപ്പം കേൾക്കും. അത് കോയിൻസിഡൻസ് ആണ്, മിസ്റ്ററിയാണ്, ഒന്നുമില്ല. ഏത് വ്യക്തി ദേഷ്യത്തിലാണോ അപ്പം ദേഷ്യപ്പെടാനുള്ള കാര്യങ്ങൾ കേൾക്കും. വെറുപ്പിലാണോ അപ്പം വെറുപ്പിനുള്ള കാര്യങ്ങൾ കേൾക്കും. ഇത്രയേ ഉള്ളൂ. വാശിയിലാണോ അപ്പം വാശിക്കുള്ള കാര്യങ്ങൾ കേൾക്കും. സമാധാനത്തിലാണെങ്കിൽ, സ്നേഹത്തിലാണെങ്കിൽ, ഐശ്വര്യത്തിലാണെങ്കിൽ അപ്പം ഐശ്വര്യത്തിനുള്ള സത്യത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സത്യത്തിന് വേണ്ടിയുള്ള സർവ്വകാര്യങ്ങളും അവിടെ ഉണർന്നു വരും. ഏതൊരു വ്യക്തിയാണെങ്കിലും ഇതിങ്ങനെ തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലായ്പ്പോഴും. അല്ലാണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് സ്നേഹത്തെ സ്നേഹം പോലെ തന്നെ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും. വെറുപ്പ് പോലെ അമേരിക്കൻ പ്രസിഡന്റിന് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇലോൺ മസ്ക് ആയതുകൊണ്ട് വെറുപ്പല്ലാണ്ടാവുമോ? ഇല്ല. ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും എല്ലാവർക്കും വെറുപ്പ് ഒരുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. അതുകൊണ്ട് ആരും ആകാൻ നോക്കണ്ട. നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ അതാണ് സത്യം. അതുകൊണ്ടാണ് സത്യത്തിന് പ്രാധാന്യം. ഭാഷയുണ്ട്. ഭാഷ ആരും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല. ഭാഷ അവിടെ ഉള്ളതാണ്. ഭാഷ അവിടെ ഉള്ളതാണ്. ഭാഷ ആരും ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതല്ല. ആർക്കും ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ആരെയും അറിയിച്ചു കൊടുക്കാൻ പാടുപെടണ്ട, കഷ്ടപ്പെടണ്ട. കാരണം എന്താണ്? സ്നേഹത്തിലാണെങ്കിൽ എൻ്റെ സ്നേഹം ആരും അറിഞ്ഞില്ല, ഇല്ല. സ്നേഹത്തിൽ നിൽക്കുന്ന വ്യക്തി സ്നേഹത്തിൽ നിൽക്കുമ്പോൾ തുടരുമ്പോൾ സ്നേഹമുള്ളവർ നമ്മളുമായിട്ട് സഹകരിക്കും. പകരം വെറുപ്പിലാണെങ്കിൽ വെറുപ്പുള്ളവർ നമ്മളെ തേടി വരും. വിദ്വേഷത്തിലാണെങ്കിൽ വിദ്വേഷമുള്ളവർ നമ്മളെ തേടി വരും. ഒരു സംശയം വേണ്ട. കഷ്ടപ്പാടുള്ളവർ കഷ്ടപ്പാട് തേടി വരും. അവരെ സാവകാശമില്ലാത്തവർ തേടി വരും. ഒരു സംശയം വേണ്ട. വിഭ്രാന്തിയുള്ളവർ തേടി വരും. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ്, ഏതെങ്കിലും ഗ്രൂപ്പിലാകുന്നുണ്ടെങ്കിൽ അപകടമാണ്. ഒരു ഗ്രൂപ്പിലും ആകരുത്. ബോധത്തിലായിരിക്കുക. എന്തിലായിരിക്കുക? ബോധത്തിലായിരിക്കുക. ഒറ്റപ്പെട്ടു പോയി ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ലതാണ്. ഒറ്റപ്പെട്ടാൽ ഒരു കുഴപ്പമില്ല. എന്താ കാരണം? ഒറ്റപ്പെട്ടാൽ ആത്മബോധത്തിനുള്ള അവസരമാണ്. ആത്മഹത്യ ചെയ്യരുത്. ഒരു കാരണവശാലും ഒറ്റപ്പെട്ടതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യരുത്. അക്രമം, വഞ്ചന, ചതി ഒന്നും ചെയ്യരുത്. പകരം ശ്രദ്ധിക്കുക, പരിശോധിക്കുക. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഡിപ്രഷനിലോട്ട് പോകണ്ട. എന്തു ചെയ്യണം? ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ആരുമില്ല എന്നെ സഹായിക്കാൻ. ദാരിദ്ര്യമാണ്, എൻ്റെ വീട് ജപ്തി ചെയ്യും, എൻ്റെ ഭാര്യ മരിച്ചു പോകാൻ പോകുന്നു, എൻ്റെ കുട്ടികൾ മരിച്ചു പോകാൻ പോകുന്നു, അവരെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, ഒരു ഗതിയുമില്ല, പരഗതിയുമില്ല. പക്ഷെ എന്നിൽ എന്തുണ്ട്? ഗതിയില്ല. ഗതി എങ്ങനെ നഷ്ടപ്പെട്ടു? ഞാനെടുത്ത തീരുമാനങ്ങളൊക്കെ എല്ലാം അസ്തമിച്ചു. അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അവിഹിത ബന്ധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. നിരാശപ്പെടണ്ട. ഞാൻ ഉണ്ടാക്കിയ വിഡ്ഢിത്തരം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് അസ്വസ്ഥത, നിരാശ. പെടാതിരിക്കുക. ഒരൊറ്റ വിവേകം മാത്രം മതി.
എല്ലാം സർവ്വതും തകർന്നു. അപ്പോഴും ജീവന്റെ തുടിപ്പുണ്ട്, അത് തകർന്നിട്ടില്ല. പിന്നെ ഞാനിതിന് ആത്മഹത്യ ചെയ്യണം? ആത്മായിട്ടുള്ള ബന്ധം എന്തിനു മുറിക്കണം? മുറിക്കണ്ട. അല്പനേരം പരിശോധിക്കുക ഹൃദയത്തിൻ്റെ സ്പന്ദനം. ഹൃദയപ്പം ഏറ്റവും പരിഭ്രമിച്ചിരിക്കുന്നവന് ഹൃദയത്തിൻ്റെ വൈബ്രേഷൻ കേൾക്കാമല്ലേ? കേട്ടുകൊണ്ടേ ഇരിക്കുക അല്പനേരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളവുമായിട്ട് ഒന്ന് രമിച്ച് നോക്കുക. സ്നേഹം എന്താണെന്ന് അപ്പോഴറിയാം, വാത്സല്യം എന്താണെന്നറിയാം, സത്യസന്ധത എന്താണെന്ന് അപ്പോഴറിയാം. ഒരു ഗുരുനാഥൻ്റെ ആവശ്യമില്ല, ഒരു പുസ്തകം എടുക്കണ്ട, ആരെയും ബോധ്യപ്പെടുത്തണ്ട. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ വൈബ്രേഷൻ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം നിൽക്കുക. കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡൊക്കെ ഒന്ന് കുറയും. അതെ, ഭയങ്കര വേഗത്തിലിരുന്ന ഹൃദയം കുറച്ചു നേരം കഴിയുമ്പോൾ ശാന്തമാകും. അത് തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ശാന്തമാകും. നിങ്ങളുടെ ശ്രദ്ധ അതീവ സൂക്ഷ്മമാകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ധ്യാനം ആരംഭിക്കും, നിങ്ങളിൽ യോഗാഭ്യാസം ആരംഭിക്കും. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഒറ്റപ്പെട്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളെല്ലാ കഷ്ടകാലത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് സമാധാനത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. എന്തുണ്ട്? വേണ്ടതെല്ലാം ഉള്ളിലുണ്ട്, പുറത്തല്ല അന്വേഷിക്കേണ്ടത്. ഉള്ളിലെ അനുഭവം തുറക്കുമ്പോൾ പുറത്തുള്ളതുമായിട്ട് സമരസപ്പെട്ടിരിക്കാം. ഇവിടെ ഉള്ളതെല്ലാമായിട്ട് സമരസപ്പെട്ടിരുന്നാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളാണ് ജീവിതം. ഏത് കാലഘട്ടമാണെങ്കിലും, 10,000 കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും പിൻപാണെങ്കിലും ഇതിങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഇതിന് ആദ്യമില്ല അന്ത്യവുമില്ല. ഇത് എപ്പോഴുമാണ്. അതുകൊണ്ടാണ് നമ്മൾ സനാതനം അല്ലേ, സനാതന ധർമ്മത്തിൻ്റെ ഭാവി എന്താകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? ബുദ്ധിയിൽ കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. എല്ലാ വാക്കുകളുടെയും അർത്ഥത്തിലാണ് എല്ലാവരും അന്വേഷണം നടത്തുന്നത്. എന്തിനാണ് അന്വേഷിക്കുന്നത്? എന്തിനാണ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം, ഹൂ ആം ഐ, ഞാൻ ആരാണ്? ഒരൊറ്റ കാര്യമേ അന്വേഷിക്കാനുള്ളൂ, ഹൂ ആം ഐ. അതിന് ബുദ്ധൻ്റെ മാർഗം സ്വീകരിക്കാൻ വേണമെങ്കിൽ ബുദ്ധൻ നല്ലൊരു അന്വേഷണിയായിരുന്നു അല്ലേ, നല്ലൊരു അന്വേഷകനായിരുന്നു ബുദ്ധൻ. എന്തുകൊണ്ടാണ് ബുദ്ധൻ നമ്മൾ പറയുന്ന എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധനെ പറ്റി പറയാനുള്ള കാരണം എന്താണ്? നന്നായിട്ട് ഞാൻ എന്ന് പറയുന്ന അവസ്ഥ അന്വേഷിച്ച ഒരാളാണ്. ആ മാർഗം വേണേൽ സ്വീകരിക്കാം, ഏത് മാർഗം വേണേലും സ്വീകരിക്കാം. പക്ഷെ അന്വേഷിക്കേണ്ടത് എന്തിനാണെന്ന് അറിയണം. ഈ ഒരൊറ്റ കാര്യമാണ് അറിയേണ്ടത്. എല്ലാവരും അന്വേഷിക്കുന്ന കാശുണ്ടാക്കണം, നല്ലൊരു പാർട്ട്ണറെ കിട്ടണം, നല്ല വീട് വെക്കണം, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടണം. ഇതൊന്നുമല്ല അന്വേഷിക്കേണ്ടത്. അന്വേഷിക്കേണ്ട ഏക കാര്യം ഞാൻ ആരാണെന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം അന്വേഷിച്ചാൽ മതി, ജീവിക്കാൻ തുടങ്ങാം. വേറെ ഒന്നും അന്വേഷിക്കണ്ട. ഇത് ഭാര്യനെ അന്വേഷിക്കുന്നു, കാമുകിനെ അന്വേഷിക്കുന്നു, സ്ഥാനമാനങ്ങൾ അന്വേഷിക്കുന്നു, പല കാര്യങ്ങളും, അറിവിനെ അന്വേഷിക്കുന്നു. അന്വേഷിക്കേണ്ടത് ഒന്ന് മാത്രമാണ്. എന്തൊന്ന്? ഞാൻ മാത്രം.